Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Good evening. Good evening. Good evening. Good evening, ma'am. Good evening. Okay, നിങ്ങൾ prayer എല്ലാം ചെയ്തോ? No, ma'am. Please pray, please. Prayer. Dear God, thank you for bringing us together today and learn to grow. Help us to use our hands with care, our minds with focus, and our hearts with kindness. Guide us to be patient, respectful, and helpful to one another in all we do. May our work today be joyful, meaningful, and full of discovery. Thank you. Thought of the day. Patience is a key element of success. Once more, patience is a key element of success. അൻഷില നമ്മുടെ 16 ബാച്ച് അല്ലേ? അൻഷില ജോയിൻ ആയോ? അതെ മിസ്സേ. മെസ്സേജ് കണ്ടേട്ടോ. ഓക്കെ. നമുക്ക് മെറ്റീരിയൽ ലിസ്റ്റ് ഒക്കെ ചെയ്തു തന്ന അൻഷിലല്ലേ? അതെ അതെ. ജോലി ഭാരം കുറച്ചു തന്നു. മോണ്ടിസോറി മെത്തേഡ് ഉള്ളിൽ കയറുമ്പോ അങ്ങനെയൊക്കെയാണ്. യെസ്, പറഞ്ഞോ. നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ എന്തൊക്കെയാ വേണ്ടത്? ഡൗട്ട്സ്, റിവിഷൻസ്. ഇംഗ്ലീഷിന്റെ റിവിഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ പറഞ്ഞേക്കാം. കാരണം പകലൊക്കെ ടീച്ചർ ക്ലാസ്സിലായിരുന്നു. സോ അത് ഞാൻ പറഞ്ഞേക്കാം. പിന്നെ വേറെ എന്തായിരുന്നു പറഞ്ഞിരുന്നേ? മാം, നമ്മുടെ 7th ചാപ്റ്റർ ഒരുപാട് പോർഷൻസും ഒരുപാട് ഡിവിഷൻസ് ഒക്കെ ഉണ്ടല്ലോ മാം. അപ്പൊ അതിന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് മാം? കുറെ ഇങ്ങനെ സബ് ടോപ്പിക്സ് 7th പോർഷൻ ഞാൻ എല്ലാ കവർ ചെയ്ത് തന്നെയാണ് ക്ലാസ് എടുത്തത്. എവിടെയാണ് സംശയം? മാം, ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂല് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് മാം. എക്സാമിന് നമുക്ക് ആ സബ് ടോപ്പിക്സ് ഒക്കെ സ്ട്രെസ് ചെയ്ത് പോണോ, എങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതിയോ എന്നുള്ളതായിരുന്നു. നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോഴ്സാണ്. എക്സാം ഉണ്ടാകും, മാർക്ക് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ശരി തന്നെ. പക്ഷേ നമ്മുടെ മെത്തേഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മോണ്ടിസോറി പഠിച്ച സമയത്തെ ടെക്സ്റ്റുകളാണ്. ഇതിൽ തിയറിയുടെ കണ്ടന്റ് വളരെ കുറവാണ്, ഫുൾ ആക്ടിവിറ്റീസ് ആണ്. മോണ്ടിസോറി മെത്തേഡ് ഫുൾ ആക്ടിവിറ്റിയാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വരുമ്പോൾ കംപ്ലീറ്റ് തിയറി അടങ്ങിയ ഒരു PDF ആണ് എനിക്ക് കിട്ടുന്നത്. എനിക്കറിയാം മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ തിയറി അല്ല. നിങ്ങൾ യൂണിറ്റ് 2 പഠിക്കുന്നുണ്ട് കമ്പാരിസൺ ബിറ്റ്വീൻ മോണ്ടിസോറി മെത്തേഡ് ആൻഡ് ട്രഡീഷണൽ മെത്തേഡ്. അവിടെ അതൊരു ചൈൽഡ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അത് ആ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്ന മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ, ടീച്ചർ എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമല്ല, ഫെസിലിറ്റേറ്റേഴ്സ്. അപ്പൊ അതേ മെത്തേഡിലൂടെ പോയാലാണ് ആ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? പഠിപ്പിക്കാൻ നല്ല അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ നിങ്ങളെ ഗൈഡ് ചെയ്യാണ് ചെയ്തത്. എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് സ്റ്റഡി. എനിക്ക് ലേണിംഗ് ആണ് ഇഷ്ടം. അപ്പോ തിമാറ്റിക് ആയിട്ട് ലേണിംഗ് ആണ്. തിമാറ്റിക് ലേണിംഗ് നമ്മളുടെ കുട്ടികളിലേക്കും അത് പകർന്നു കൊടുത്താൽ അവർ ഒരു സബ്ജക്റ്റും കാണാതെ പഠിച്ച് പരീക്ഷ എഴുതില്ല. അവരത് അനലൈസ് ചെയ്ത് അതൊരു അറിവായിട്ടേ അവരത് പരീക്ഷ എഴുതുള്ളൂ. അത് അവര് ചെറിയ ക്ലാസ് തുടങ്ങി ആണെങ്കിൽ അവർ എത്ര വലുതായാലും മനുഷ്യന്റെ ബ്രെയിനിന്റെ കണ്ടീഷൻ മാറി ഡിഫോർമേഷൻ വന്നാൽ മാത്രമേ അത് മറന്നു പോകുള്ളൂ. ഡിമെൻഷ്യ, അൽഷിമേഴ്സ് അങ്ങനത്തെ കണ്ടീഷൻ വരും. ഈ രീതിയിൽ ലേണിംഗ് ആണ് അവർ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അവർ ലൈഫിൽ മറക്കില്ല. അവർക്ക് ആർക്ക് വേണമെങ്കിലും അത് പകർന്നു കൊടുക്കാനും പറ്റും. അവർക്ക് അവരുടെ ലൈഫിൽ പലയിടത്തും അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ടെക്സ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് 2 ടെക്സ്റ്റ് മാറ്റാട്ടോ. ഒരെണ്ണം ഇംഗ്ലീഷും ഒരെണ്ണം പ്രാക്ടിക്കലുമാണ്. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടാക്കണം, എന്തൊക്കെ റെക്കോർഡ് എഴുതണം,
എന്തെല്ലാം അസൈൻമെന്റ്സ് ചെയ്യണം, എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യണം. ഞാൻ ക്ലാസ്സിൽ റെഗുലർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഹോളിഡേ ബാച്ച് ആയിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു എനിക്ക് ക്ലാസ്, സൺഡേ ഓൺലി. പിന്നെ ഹോളിഡേ ഉണ്ടെങ്കിൽ ആ ദിവസം ഫുൾ ഡേ ആണ്, മോർണിംഗ് ടു ഈവനിങ്. അപ്പൊ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. മോർണിംഗ് ടു ചില ദിവസം ക്ലാസ്സിലേക്ക് ചെന്ന് കയറി പ്രെയറും ഫോർ ദ ഡേയും സൈനിങ്ങും എല്ലാം കഴിയുമ്പോൾ മാം പറയും 2 hours നിങ്ങൾക്ക് തരുന്നുണ്ട്, ഗോ ഔട്ട്സൈഡ്, പുറത്തേക്ക് പോവുക. പുറത്തു പോയി ആളുകളെ ഒബ്സർവ് ചെയ്യുക, ഷോപ്പിൽ കയറുക, ആളുകളോട് സംസാരിക്കുക. എല്ലാം കഴിഞ്ഞ് കറക്റ്റ് 2 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു വരണം. പെയറായിട്ടാണ് വിടുന്നത് രണ്ടുപേരും. ആ പോകുന്ന രണ്ടുപേരും തമ്മിൽ ഇംഗ്ലീഷിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കടയിൽ പോയി നമുക്ക് അവരോട് ഇംഗ്ലീഷ് പറയാൻ പറ്റില്ലല്ലോ, അവരോട് മലയാളത്തിൽ തന്നെയല്ലേ പറയാൻ പറ്റും. അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾക്കൊരു 10 minutes തരും. എല്ലാവരും സർക്കിളിലിരിക്കും. എന്നിട്ട് പെയറായിട്ട് പോയവര് അവര് കണ്ട കാര്യങ്ങൾ, അതായത് ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണം. കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ് പ്രസന്റ് ചെയ്യണം. അപ്പൊ അവിടെ ഈ ടെക്സ്റ്റിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അത് കഴിഞ്ഞ് ലഞ്ച് ടൈം ആകും. ലഞ്ചൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിരിക്കും. അത് കഴിയുമ്പോൾ ടെക്സ്റ്റ് എടുക്കും. ഓരോ സബ്ജക്റ്റിനും ഓരോ ടെക്സ്റ്റ് ആണ് കേട്ടോ. ടെക്സ്റ്റ് എടുക്കും. വിത്തിൻ 1 hour ആ സബ്ജക്റ്റ് തീരുക. നമ്മളിവിടെ ഒരു യൂണിറ്റ് എത്ര മണിക്കൂറുകൾ എടുക്കുന്നുണ്ട്, ശരിയല്ലേ? 1 മണിക്കൂർ കൊണ്ട് ഒരു സബ്ജക്റ്റ് തീരുക. പക്ഷെ ആ 1 മണിക്കൂർ ഞങ്ങൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ അത് മതി. എക്സാമിന് ടെക്സ്റ്റിൽ നിന്നും ഒന്നുമല്ല വരുന്നത്. നിങ്ങളുടെ മുന്നിൽ എന്താ പറയാ, അൺഹൈജീൻ ആയിട്ട് ഒരു കുട്ടി വന്ന് നിന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് വരുന്നേ. അപ്പൊ ഞാൻ എഴുതുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ എഴുതുന്നത്. ഒരു മോണ്ടിസോറി സ്കൂൾ ഡിസൈൻ ചെയ്യുക, ഇതൊക്കെയാണ് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ മുന്നിൽ ഒരു ചൈൽഡ് വന്ന് ബെഗ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? സ്കൂളിൽ ഫുഡ് ആൻഡ് ന്യൂട്രീഷന്റെ ഒരു ക്ലാസ് എടുക്കണം പാരന്റ്സിന്. നിങ്ങൾ എങ്ങനെ ആ പോയിന്റ്സ് ആഡ് ചെയ്യും? നമുക്ക് പഠിക്കുന്ന സമയത്ത് ഒരു ഐഡിയ ഇല്ല പരീക്ഷയ്ക്ക് എന്ത് വരുന്നുള്ളത്. അങ്ങനെ പോയിട്ടാണ് ഞങ്ങൾ എക്സാം എഴുതുന്നത്. ബട്ട് ഇറ്റ് വാസ് വെരി നൈസ്. അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു. പിറ്റേ ദിവസത്തെ ആക്ടിവിറ്റി ആയിട്ട് മാം പറയുന്നത്, ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോവുക, അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറുക, ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ഇറങ്ങുക, നിങ്ങളുടെ ആ എക്സ്പീരിയൻസ് നെക്സ്റ്റ് ഡേ വന്ന് പ്രസന്റ് ചെയ്യുക. ഒരു മാളിലേക്ക് പോവുക, ഫുൾ ഡേ ആ മാളിൽ കറങ്ങുക, ആളുകളെ ഒബ്സർവ് ചെയ്യുക. അതായത് നമ്മൾ വായനോട്ടം. ആ ഒബ്സർവേഷൻ ആണ് ശരിക്കും പിന്നീട് അതൊരു സ്കില്ലായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ ആരെ കണ്ടാലും നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് ഏറ്റവും വേണ്ടുന്ന ക്വാളിറ്റിയാണ് ഒബ്സർവേഷൻ സ്കിൽ. അതുണ്ടെങ്കിൽ മാത്രമാണ് കുട്ടിയെ നമുക്ക് നല്ല പോലെ നിരീക്ഷിച്ച് ആ കുട്ടിയിൽ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടെങ്കിൽ അത് ആ തുടക്കത്തിലേ കണ്ടുപിടിച്ച് അവനെ ഫോം ചെയ്ത് അയക്കാനായിട്ട് പറ്റുള്ളൂ, അവൻ അടുത്ത ലെവലിലേക്ക്. അവിടാണ് നമ്മൾ ചെയ്യുന്നത് ശരിക്കും. പക്ഷെ നമ്മുടെ നാട്ടില് ട്രഡീഷണൽ സ്കൂളുകളാണ് കൂടുതൽ. അവിടെ പോയിട്ട് ഈ ഒബ്സർവേഷൻ ഒന്നും നമുക്ക് നടക്കില്ല. പക്ഷെ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ കുട്ടിക്ക് ലെസൺസ് പറഞ്ഞു കൊടുക്കുമ്പോഴും നമ്മൾ കുട്ടിയെ ഒബ്സർവ് ചെയ്യും. എന്താണ് അവന് പഠിക്കാൻ പറ്റാത്തതിന്റെ അല്ലെങ്കിൽ എഴുതാൻ പറ്റാത്തതിന്റെ റീസൺ. ഞാൻ 7th യൂണിറ്റിന് എനിക്ക് 10 ദിവസം തന്നാലും 20 മണിക്കൂർ തന്നാലും 1 മാസം മുഴുവൻ തന്നാലും ഞാൻ അങ്ങനെ എടുക്കുള്ളൂ. കാരണം അത് അങ്ങനെ എടുക്കാനേ പറ്റുള്ളൂ. ഞാൻ അതിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ നിങ്ങളുടെ ബാച്ചിൽ എനിക്ക് പറ്റിയൊരു പ്രോബ്ലം, ഞാൻ കുറെ ലീവായിരുന്നു. അതിന്റെ കുറെ പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ടാണ് ഞാൻ ഡാറ്റ പോകാൻ വേണ്ടി ലീവ് എടുത്തല്ല കേട്ടോ. അതുകൊണ്ടാണ് ലീവ് ആയത്. അപ്പൊ പറ്റിയെന്ന് വെച്ചാൽ കറക്റ്റ് ട്യൂസ്ഡേസിലായിരിക്കും ഇത്. അപ്പൊ എനിക്ക് വേറൊരു ദിവസം ഏതെങ്കിലും ടീച്ചറുടെ ക്ലാസ് കിട്ടുകയില്ല. അപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. അപ്പോ കറക്റ്റ് ടൈമിൽ അസൈൻമെന്റ് പോയില്ല, കറക്റ്റ് ടൈമിൽ റെക്കോർഡ് പോയില്ല, കറക്റ്റ് ടൈമിൽ ആക്ടിവിറ്റീസ് ഒന്നും പോയില്ല. ഞാൻ നോക്കുമ്പോ 17, 18, 19 ബാച്ചുകൾക്ക് പോയപ്പോ എന്റെ ധാരണ നിങ്ങൾക്ക് തന്നു എന്നുള്ളതാണ്. അങ്ങനെ ഡിലേ വന്നു. ബട്ട് ഐ അഷ്യൂർ വൈവ സമയത്ത് അതിന്റെ പേരിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ. ഇനി വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. സെമിനാർ, PGയുടെ സെമിനാർ ഇനി സ്ലോട്ട് ആയിട്ട് വേണോ അതോ വൈവയിൽ തന്നെ നിങ്ങൾ പ്രസന്റ് ചെയ്യുമോ? കാരണം ഒരു ടൈം സ്ലോട്ട് കിട്ടാനാണ് പാട്. നിങ്ങൾക്ക് പരീക്ഷ അടുത്ത് വരുമല്ലേ? പക്ഷെ മാം നമുക്ക് ബാച്ചില് മിക്കവാർക്കും കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചേ പിള്ളേരുള്ളൂ. കഴിഞ്ഞു. ഓഫ്ലൈൻ ആയിട്ട് ആരെങ്കിലും പോകുന്ന മീൻസ് ഓഫ്ലൈൻ ആയിട്ട് റെക്കോർഡഡ് ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും നമുക്ക് മെസ്സേജിൽ റെസ്പോണ്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ മാം. ആരെങ്കിലും വൈകിട്ട് വരുമ്പം അവരോട് ചോദിക്കുമല്ലോ, സെമിനാർ ചോദിക്കുമ്പോൾ അവർ അറിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും നമ്മളൊരു ടൈം കൊടുക്കും.
ഒരു വോയിസ് നോട്ട് എങ്കിലും അയക്കാൻ പറഞ്ഞിട്ടേ. അങ്ങനെയാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അതാ വൈവയിലും പ്രസന്റ് ചെയ്തില്ലെങ്കിലും വാട്സാപ്പിൽ എനിക്കൊരു വോയിസ് നോട്ട് 2 മിനിറ്റ് മാക്സിമം അയക്കുക. അതപ്പോ കണ്ടന്റ് അത്രയും ബ്രീഫ് ചെയ്യണം. ആ 2 മിനിറ്റിലെ പ്രസന്റേഷൻ അത്രയും നന്നാവും വേണം. അത്രേ ഉള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് ആരെങ്കിലും ഉണ്ടോ മാം വൈവ ഇനിയും മീൻസ് അറ്റൻഡ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല. ഞാൻ ആ കുട്ടിയോട് അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടില്ല ഇതുവരെ. ഈ വൈവയുടെ സ്ലോട്ട് ഇടുന്ന സ്റ്റാഫ് ഉണ്ടല്ലോ നമ്മുടെ, ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ബിക്കോസ് ലാസ്റ്റ് മാം എന്റെ ശനിയാഴ്ച എന്റെ ലാസ്റ്റ് നടന്ന എനിക്ക് അന്ന് എന്റെ മാത്രമേ ഉള്ളായിരുന്നു. 17 ബാച്ചിന്റെ സ്റ്റാർട്ട് ചെയ്തു, അതെനിക്കറിയാം. മാം 1-2 ടോപ്പിക്സ് നമ്മള് പോർഷൻ ശരിക്കും ചാപ്റ്റേഴ്സിൽ നിന്നുള്ള പോർഷൻസ് കവർ ചെയ്യാതെ ബാക്കി വരും മാം. നമ്മൾ സെമിനാർ സെമിനാറാണോ? യെസ് മാം. സെമിനാർ പോർഷൻസ് നമ്മൾ 1-2 പേരുടെ ശരിക്കും ചാപ്റ്റേഴ്സ് നിന്ന് വരുന്ന ടോപ്പിക്സ് ആണത്. ക്ലാസ്സിൽ കവർ ചെയ്തിട്ടില്ല. അങ്ങനത്തെ ടോപ്പിക്സ് 1-2 ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിന്റെ കുറെ പോയിന്റ്സ് ഉണ്ടല്ലോ മാം. മറ്റേ ഓക്കെ, അതൊരു കാര്യം ചെയ്യാം. ഞാൻ PG ക്ലാസ്സിന് മുമ്പ് ഞാൻ ഇതുപോലെ ഒരു റിഫ്രഷിംഗ് സെഷൻ വെക്കാറുണ്ട്. PG ക്ലാസ് അല്ല, PG എക്സാം, സോറി. അതിനും ഒരു റിഫ്രഷിംഗ് സെഷൻ ഇതുപോലെ തന്നെ ഈവനിങ് വെക്കും. അപ്പോ അതിന് മുമ്പ് നിങ്ങൾ ഇപ്പൊ ഡിപ്ലോമയുടെ എക്സാം നടക്കല്ലേ, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തോളൂ. എക്സാം കഴിയുമ്പോൾ എനിക്ക് അത് ഏതൊക്കെ ടോപ്പിക്കാണെന്ന് അയച്ചു തരൂ. ഇനി നിങ്ങളെ എടുത്ത ടീച്ചർ തന്നെ റിവിഷൻ തരണം എന്ന് പറയുവാണെങ്കിൽ ആ ടീച്ചറെ ഇൻഫോം ചെയ്യാം. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഉണ്ടാവും. ഇതുപോലെ ഈവനിങ് സെഷൻ എല്ലാ ടീച്ചേഴ്സിനും ഈവനിങ് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പൊ മാം എടുക്കുന്ന മാം പഠിപ്പിച്ച ആ ടോപ്പിക് മാത്രം അതോ ഓൾ ഓവർ PGയുടെ മൊത്തം എടുക്കുമോ? PG ഞാൻ ഒരു ബാച്ചിന് ഫുൾ PG ഞാനായിരുന്നു എടുത്തത്. അപ്പൊ അതുകൊണ്ട് PGയുടെ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും എനിക്ക് എടുക്കാൻ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇനി ഏതെങ്കിലും ടീച്ചർക്ക്, നിങ്ങളെ എടുത്ത ടീച്ചർക്ക് അവർക്ക് തന്നെ റിവിഷൻ കൊടുക്കണം എന്ന് പറയുവാണെങ്കിൽ അത് ആ ഏതെങ്കിലും ചാപ്റ്റർ അങ്ങനെ നടക്കുവാണെങ്കിൽ ഞാൻ എടുക്കില്ല. അത് പിന്നെ അവരായിരിക്കും എടുക്കുന്നത്. ഓക്കെ, ഞാൻ 7th യൂണിറ്റ് എടുക്കുവാണേ. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. ഇതിൽ നിങ്ങൾ എക്സാമിന്റെ ഓർത്ത് പേടിച്ചല്ലേ പറഞ്ഞത്. എക്സാം എന്ന് പറയുമ്പോൾ ശരിയാണ്, എക്സാം നമ്മളിന്ന് വാല്യൂ ചെയ്യുന്ന, അസസ് ചെയ്യുന്ന സംഭവമാണല്ലോ എക്സാം. ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ മെത്തേഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രഡീഷണൽ മെത്തേഡിൽ അത് ക്ലാസ് റൂം, ഇവിടെ ഡോക്ടർ മോണ്ടിസോറി അതിനെ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്നാണ് വിളിച്ചത്. ഓക്കെ, അപ്പൊ അത് മോണ്ടിസോറി ഡിസൈൻ, ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്തതുകൊണ്ട് അതിനെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറയും. അപ്പൊ ഈ എൻവയോൺമെന്റ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാനുള്ള കാരണം കുട്ടികൾക്ക് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവർക്ക് ഡെവലപ്മെന്റിലേക്ക് അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അവിടെയുള്ള മെറ്റീരിയൽസും അതുപോലെ തന്നെ കൺസ്ട്രക്റ്റീവ് മെറ്റീരിയൽസ് ആയിരുന്നു. ആ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾ ഫെമിലറൈസ് ചെയ്തു. ചിലതെല്ലാം നിങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു അല്ലെ. ചിലതിന്റെ റിപ്ലിക്ക ആയിരിക്കാം ഉണ്ടാക്കിയത്, ചിലത് അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മെറ്റീരിയൽസ് അതിനുള്ളതാണ്. ഡോക്ടർ മോണ്ടിസോറി ഈ ഒരു എൻവയോൺമെന്റിനെ സെക്കൻഡറി ലൈഫ്, നമ്മളിങ്ങനെ പറയുമല്ലോ, സ്കൂള് ഒരു സെക്കൻഡ് ഹോം ആണ് എന്നുള്ള രീതിയിൽ, ടീച്ചർ ഒരു സെക്കൻഡ് മദർ ആണ് എന്നുള്ള രീതിയിൽ പറയും. അതുപോലെ തന്നെ ഈ എൻവയോൺമെന്റ് ഒരു കുട്ടികളുടെ ലൈഫിന്റെ ഒരു സെക്കൻഡറി പാർട്ടായിട്ടാണ് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞത്. ഫാമിലിയാണ് ഫസ്റ്റ് വൺ. നമുക്കറിയാം, ഒരു കുട്ടിയുടെ വളർച്ചയെ ഇമ്പാക്ട് ചെയ്യുന്ന 3 ഏരിയാസ് എന്ന് പറയുന്നത് ഫാമിലിയാണ് ഫസ്റ്റ്, ദെൻ സ്കൂൾ, സൊസൈറ്റി. ഈ 3 എൻവയോൺമെന്റിന്റെ 3 ഫേസസിലൂടെയാണ് കുട്ടികളുടെ വളർച്ചാ കാലഘട്ടം കടന്നു പോകുന്നത്. നമ്മൾ അഡൽട്ട് ആയാലും നമ്മൾ ഈ 3 ഏരിയയുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആണല്ലേ. ഇപ്പൊ സ്കൂൾ കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ആ സ്കൂളിൽ നിന്ന് കിട്ടിയ വാല്യൂസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. സ്കൂള് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ മാറി അത് ജോലി ചെയ്യുന്ന ഇടങ്ങളായി മാറും. അതും സൊസൈറ്റിയുടെ ഭാഗമാണല്ലോ. അപ്പൊ അങ്ങനെ സ്കൂളിൽ നിന്ന് നമുക്ക് വാല്യൂസ് കിട്ടും. അപ്പൊ ഇങ്ങനെ 3 ഏരിയയിലൂടെ കുട്ടി പോകുന്നു. അപ്പൊ കുട്ടിക്ക് വളരാൻ സഹായിക്കുന്ന രീതിയിൽ ഈ സറൗണ്ടിങ്സ് ഡിസൈൻ ചെയ്യുക എന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞത്. ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല, പക്ഷെ അതിലുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ഈ എൻവയോൺമെന്റ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്താൽ കുട്ടികളിൽ മാറും എന്നുള്ള രീതിയിലും ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞു. കാരണം ജനറ്റിക്കലി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ജനിതകമായിട്ട് ജനറ്റിക്കലി കിട്ടിയതാണ്, ഹെറിഡിറ്ററി ആണ് അല്ലെ, പാരമ്പര്യമാണ്. അതിൽ മാറ്റാൻ പറ്റില്ല. കാരണം അതൊക്കെ അച്ഛൻ അമ്മ സൈഡിൽ നിന്ന് കിട്ടുന്ന ജീനിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ജീവിക്കുന്ന സാഹചര്യം മാറിക്കഴിഞ്ഞാൽ ആ കുട്ടിയില്
ജനിതകമായിട്ടുണ്ടാകുന്നതിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ, അതിന്റെ കുറവുകളെ മുഴുവനായിട്ട് മാറ്റാൻ അല്ലെങ്കിൽ പോലും കുറെയൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് സറൗണ്ടിങ്സിൽ നല്ല മാറ്റങ്ങൾ വന്നാൽ പറ്റും എന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞത്. അങ്ങനെയാകുമ്പോ അങ്ങനെയുള്ളൊരു സറൗണ്ടിങ്സ് നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തെടുക്കണം. നമ്മളൊരു വീട് പണിയാൻ ഭയങ്കര പ്ലാനിങ് നടത്തും, പക്ഷെ ഒരു കുഞ്ഞു കുട്ടിയുടെ വളർച്ചാ കാലഘട്ടങ്ങളിലുള്ള പ്ലാനിങ് പലപ്പോഴും അത്ര നന്നാവാറില്ല. ഇപ്പൊ പാരന്റ്സ് ഒക്കെ അവെയറാണ്, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. ഈവൻ എല്ലാരും തന്നെ ഇപ്പൊ ശ്രദ്ധിച്ചു തുടങ്ങി, കുട്ടിയെ ബാധിക്കും, കുട്ടിക്ക് ഇങ്ങനെ ഷൗട്ട് ചെയ്യാൻ പാടില്ല, കുട്ടിയുടെ മുന്നിൽ വെച്ച് വഴക്കുണ്ടാക്കാൻ പാടില്ല പാരന്റ്സ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു അവയർനെസ് ഒക്കെ പാരന്റ്സിനുണ്ട്. രണ്ടുപേർക്കും ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കുട്ടിയുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തും. അപ്പൊ അഡൾട്ട് എപ്പോഴും പാസീവാണ്, ഇവിടെ ആക്റ്റീവായിരിക്കേണ്ടത് കുട്ടിയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഫെസിലിറ്റേറ്റേഴ്സ് കുട്ടിയെ ഗൈഡ് ചെയ്തതിന് ശേഷം ഒബ്സർവർ ആയിട്ട് നിൽക്കുന്നത്. ഒബ്സർവ് ചെയ്യും, ചുമ്മാ നോക്കിയിരിക്കുകയല്ല ചെയ്യുന്നത്. കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, എത്ര സമയം എടുക്കുന്നു. ചിലപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്തപ്പോ അത് ശരിയായിട്ടുണ്ടാവില്ല, എത്രാമത്തെ തവണ ചെയ്തപ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് കുട്ടി ചെയ്തത്. ഇപ്പൊ ഇൻഡോർ സ്റ്റാക്ക് ചെയ്യുന്നതിന്റെ അത് അങ്ങനെ എന്ത് ആക്ടിവിറ്റി ആണെങ്കിൽ നമ്മളത് ഒബ്സർവ് ചെയ്ത് ടീച്ചിങ് മാനുവൽ പോലെ എഴുതി വെക്കണം നമ്മുടെ ഒബ്സർവേഷൻസ്. നെക്സ്റ്റ് ഡേ വന്ന് കുട്ടി സെയിം ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിൽ നമ്മൾ വീണ്ടും അത് എഴുതി വെക്കണം. ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല, മനസ്സിലായോ? പക്ഷെ നമ്മൾ വൺസ് നമുക്ക് ആ സ്കില്ല് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്കില്ലാണ്, ടാലന്റ് അല്ല, നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. അതുകൊണ്ടാണ് എവറി ഡേ ഒരു 10 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുന്ന പ്രെയറിന്റെ ഭാഗമായിട്ട് ചെയ്താലും മതി. നമ്മൾ നല്ല പോലെ കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രാക്ടീസ് അങ്ങനെ ചെയ്ത നല്ല കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും അത് കറക്റ്റ് വരും. ഞങ്ങൾ ഓൺലൈനിൽ കുട്ടികൾ ചില ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഓൺലൈനിൽ ഇരുന്ന് ഒബ്സർവ് ചെയ്യും, അവരുടെ കണ്ണിലെ ചേഞ്ചസ്, അവരുടെ ഫേസിലെ എക്സ്പ്രഷൻസ്, അവരുടെ കൈ മൂവ് ചെയ്യുന്നത്. നേരിട്ട് കാണുമ്പോൾ നമുക്ക് അതിലും എളുപ്പമല്ലേ? ഓൺലൈനിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പാരന്റ്സ് ഒക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ വേറൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തതാട്ടോ, ക്രാഫ്റ്റിന്റെ ഒരു പ്രോഗ്രാം. ഈ സ്ക്രീൻ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുട്ടികളിൽ ക്രാഫ്റ്റിന്റെ ഒരു പ്രോഗ്രാം ഓൺലൈനിലാണ് ക്ലാസ് കൊടുത്തെങ്കിലും 1 hour ആണ്, ബാക്കി കുട്ടികൾ വീട്ടിലിരുന്ന് ചെയ്യും. അപ്പൊ അങ്ങനെ അത് ഒബ്സർവ് ചെയ്ത് നമ്മൾ കുട്ടികളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അസസ് ചെയ്ത് നല്ലൊരു റിപ്പോർട്ടായിട്ട്, സയന്റിഫിക് ആയിട്ട് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് അതൊക്കെ നിങ്ങൾക്കും ചെയ്യാനായിട്ട് പറ്റും. പാരന്റ്സിന് പ്രോഗ്രസ് അറിയിക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ പാരന്റ്സ് പറയും ഞങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. നമ്മളിങ്ങനെ കൊടുത്തപ്പോ അവരും അങ്ങനെയാ പറഞ്ഞു, നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടേ ഇല്ലല്ലോ. ചില പാരന്റ്സ് പറയും ശരിയാ, ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ ഒബ്സർവേഷൻ സ്കിൽ വരണമെങ്കിൽ നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. ട്രഡീഷണൽ ക്ലാസ് റൂമിൽ അത് നടക്കില്ല. നിങ്ങൾ ട്രഡീഷണൽ സ്കൂളിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെങ്കിലും എന്തുകൊണ്ടാണ് ട്രഡീഷണൽ സ്കൂളിൽ ചെറിയ ക്ലാസ്സുകളിലെ മോണ്ടിസോറി ടീച്ചർമാരെ താല്പര്യപ്പെടുന്നത്? കാരണം അറിയാം ആ മെത്തേഡിന്റെ പ്രത്യേകത. നമ്മള് അവർക്ക് പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഒബ്സർവേഷൻ നല്ലപോലെ ഉണ്ടാകുന്നത് നന്നായിരിക്കും. നമ്മുടെ ഗ്രോത്തിനും കുട്ടികളുടെ ബെനിഫിറ്റിനും നല്ലതാണ്. നമ്മുടെ ശ്രദ്ധ വരുവാണ് അവരില്. ചില ആ ഒരു ലേണിംഗ് ചലഞ്ചസ് ഒക്കെ ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്നത് ചിലപ്പോൾ മാറ്റാൻ നമ്മളുടെ ശരിയായ രീതിയിലുള്ള ഇടപെടലുകൾക്ക് പറ്റും. അതിന് നല്ല ഒബ്സർവേഷൻ സ്കില്ല് വേണം. മോണ്ടിസോറിയിൽ വന്നതുകൊണ്ടാണ് എനിക്ക് ആ ഒബ്സർവേഷൻ സ്കില്ല് കിട്ടിയത്. അല്ലെങ്കിൽ ഞാനും ഇങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പോകില്ല. ഞങ്ങള് പല കോഴ്സുകളും ഇതുപോലെ ഓൺലൈൻ ചെയ്തപ്പോൾ എൻ്റെ ഒരു കൂടെ കോഴ്സ് ചെയ്ത ഒരു കുട്ടി കണ്ടെത്തിയതാണ് എനിക്ക് ഭയങ്കര ഒബ്സർവേഷൻ സ്കില്ലാണ്. എനിക്ക് കിട്ടിയത് മോണ്ടിസോറി മെത്തേഡിൽ 1 വർഷം ഞാൻ അതിലൂടെ നല്ല രീതിയിൽ പോയപ്പോഴാണ്. ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തത് മോണ്ടിസോറി സ്കൂളിലായിരുന്നു. അവിടെയും ഈ ഒബ്സർവേഷൻ ഉണ്ട്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ആക്ടിവിറ്റീസ് ഇതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ട്രെയിനിൽ കയറുക, മാളിൽ പോവുക, ടൗണിലൂടെ നടക്കുക, ബസ്സിൽ കയറുമ്പോ ഒബ്സർവ് ചെയ്യുക. ഇപ്പോഴും ആ ശീലമാണ്. കാരണം 1 വർഷം മുഴുവൻ ഇതല്ലേ ചെയ്തുകൊണ്ടിരുന്നേ. ഇപ്പോഴും അത് തന്നെയാണ് ശീലം. നല്ലപോലെ ശ്രദ്ധിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അയാൾ മനസ്സിലാകും അയാൾ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുക എന്നുള്ളത്. റിയൽ കേട്ടോ, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്.
നമ്മുടെ വീട്ടിലെ തന്നെ മക്കളെ അവര് സ്കൂളിൽ നിന്ന് വരുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ പറയുന്നത് ഇങ്ങനൊരു എൻവയോൺമെന്റിലൂടെ കുട്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ നമ്മൾ കുട്ടിയെ അസിസ്റ്റ് ചെയ്യരുത്. എപ്പോ അസിസ്റ്റ് ചെയ്യരുത്? ആ കാര്യം കുട്ടിക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഒട്ടും അസിസ്റ്റ് ചെയ്യരുത്. അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇപ്പൊ പിങ്ക് കവർ വെക്കുകയോ, ഒരു കുഞ്ഞു ബേബിയെ വെക്കണേ വിചാരിച്ചോ, ടേബിളിന്റെ പുറത്താണ് വെക്കണത്, ഏറ്റവും മുകളിലത്തെ 3-4 വെക്കാൻ ആൾക്ക് എത്തുന്നില്ല, അവിടെ നമുക്ക് അസിസ്റ്റ് ചെയ്യാം. എങ്ങനെ? അവനൊരു സ്റ്റൂൾ ഇട്ട് കൊടുക്കാം, അതിന്റെ മുകളിൽ കയറി നിന്ന് അവൻ അത് വെച്ചോളും. അങ്ങനെയാണ് ഈ അസിസ്റ്റ് ചെയ്യൽ വരുന്നത്, നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല. മാം, ഈ ലാസ്റ്റ് ടേബിളിലുള്ള ഡാറ്റ എൻട്രി ഒക്കെ എങ്ങനെയാണ് മാം ചെയ്യേണ്ടത്? ഏതൊരു നമ്മളിങ്ങനെ വേർഡ്സ് ആയിട്ടാണോ അതോ അല്ലെങ്കിൽ അത് പെർസെന്റേജോ അങ്ങനെ എന്തെങ്കിലും കൺവേർട്ട് ചെയ്തിട്ടാണോ? കോൺസെൻട്രേഷൻ ലെവൽ അതല്ലേ, ലെവൽ 1 ലെവൽ 2 എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ? യെസ് മാം, യെസ് മാം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കുട്ടിയെ ഒബ്സർവ് ചെയ്യും, നമ്മൾ ഒബ്സർവ് ചെയ്ത് റിപ്പോർട്ട് എഴുതുന്നു എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സിമ്പിൾ ഫോർമാറ്റ് എടുക്കാം. ഇതിലൊരു മോഡൽ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, ഇത് തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇതിലൊരു മോഡൽ തന്നു, എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ. അതായത് കോൺസെൻട്രേഷൻ, നല്ല കോൺസെൻട്രേഷൻ ആണ്, പുറത്ത് നടക്കുന്ന ഒന്നും കുട്ടിയെ ബാധിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവൻ കണ്ടിന്യൂ ചെയ്യുവാണ് അവന്റെ വർക്കെങ്കിൽ അത് നല്ല രീതിയിലുള്ള കോൺസെൻട്രേഷൻ ആണെന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. പിന്നെ കോൺസെൻട്രേഷൻ നല്ല ഡീപ്പ് കോൺസെൻട്രേഷൻ തന്നെയാണ്, പക്ഷെ എന്തെങ്കിലും ഒരു ശബ്ദം ആരെങ്കിലും അടുത്തുള്ള പാസ് ചെയ്യുമ്പോഴോ ജസ്റ്റ് അങ്ങോട്ടൊന്ന് അക്നോളജ് ചെയ്യും, പക്ഷെ ബാക്ക് ടു വർക്ക്. ലെവൽ 2 അങ്ങനെ എന്തോ, എനിക്ക് ആ പേജ് എന്റെ മിസ്സായി പോയി, അത് മിസ്സായി പോയി എന്നല്ല, 2 പാർട്ടായിപ്പോയി എന്റെ പേരുടെ എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് ക്യൂസെൻസ് പറഞ്ഞു. ക്യൂസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ടെമ്പററി ഒരു ക്വയറ്റ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികളെ ശ്രദ്ധിച്ചറിയാം. ഇന്നത്തെ ദിവസം ഭയങ്കര ആക്റ്റീവായിട്ട് കളിച്ചിരുന്ന കുട്ടി ചിലപ്പോ പിറ്റേ ദിവസം അത്ര ആക്റ്റീവ് ഒന്നും അല്ലാതെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കും, താല്പര്യമില്ലാത്ത പോലെ ഇരിക്കും. ഇത് ഈവൻ നമ്മൾ പാർട്ടിസിപ്പൻസിനും പറ്റും, അല്ലെ നിങ്ങൾക്കും പറ്റുമായിരിക്കും. ചില ദിവസം വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കുമായിരിക്കും, എല്ലാം ശ്രദ്ധിക്കും, ഫുൾ കൺസ്യൂം ചെയ്യും നല്ല രീതിയിൽ തന്നെ. പക്ഷെ ചില ദിവസം അങ്ങ് വളരെ കുഴച്ചായിരിക്കും, ഇന്ററാക്ഷൻ ഒക്കെ കുറയും. നമുക്കും പറ്റുന്നതാണ് അല്ലെ ആ ഒരു കോൺസെൻട്രേഷന്റെ ആ ഒരു ഇത്. പിന്നെ ഡിസോർഡർ ലെവൽ പറഞ്ഞു, അതായത് പോയി വേറൊരു കുട്ടിയെ ഡിസ്റ്റർബ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ തലേ ദിവസം നല്ല കോൺസെൻട്രേഷൻ ലെവൽ 1 ഇരുന്ന കുട്ടിയായിരിക്കാം പിറ്റേ ദിവസം ഡിസോർഡർ ലെവലിലേക്ക് പോയത്. മേ ബി വീട്ടിൽ നിന്ന് വന്നപ്പം എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇത് സംഭവിച്ചെന്നുണ്ടെങ്കിൽ അമ്മ വഴക്ക് പറയുമോ, അമ്മ അടിക്കുവോ, അല്ലെങ്കിൽ കോൾഡ് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുകയെ, ജലദോഷം, അങ്ങനെ ഒരു ഫിസിക്കൽ ബുദ്ധിമുട്ട് വന്നാലും ഇവർ ഇന്നലെ കാണിച്ച കോൺസെൻട്രേഷൻ ആവില്ല ഇന്ന് കാണിക്കുന്നത്. അതൊരു ഫോർമാറ്റ് മാത്രമാണ്, നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാം, ഇല്ലെങ്കിൽ വേറെ ചെയ്യാം. ഇതൊരു കുട്ടിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു 3-4 കുട്ടിയെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം. ഞാൻ ടീച്ചിങ് മാനുവൽ ആയിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത്. ടീച്ചിങ് മാനുവൽ ഞാൻ ഓരോ ദിവസം കുട്ടികളെ ഞാൻ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ ഒബ്സർവ് ചെയ്തിട്ട് അതായിരുന്നു ടീച്ചിങ് മാനുവൽ പോലെ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ ടീച്ചിങ് മാനുവൽ മാത്രമേ ചെയ്യേണ്ടിയിരുന്നുള്ളൂ, കാരണം അവിടെ പ്യുവർ മോണ്ടിസോറി സ്കൂൾ ആയതുകൊണ്ട് നമ്മൾ സാധാരണ സ്കൂളിൽ പോകുമ്പോൾ നമ്മളോട് ലെസൺ പ്ലാൻ പറയും. അതായത് സാധാരണ സ്കൂളുകളിൽ നമ്മൾ പ്രീ പ്ലാൻഡ് ആണ് എന്ത് ലെസൺ കൊടുക്കുന്നത്. മോണ്ടിസോറി മെത്തേഡിൽ പ്രീ പ്ലാനിങ് ഇല്ല, പ്യുവർ മോണ്ടിസോറി മെത്തേഡിൽ കേട്ടോ. ഇപ്പൊ മിക്സ് ആയിട്ടൊക്കെ ആൾക്കാർ ചെയ്യിക്കുന്നുണ്ട്. ഇപ്പൊ മോണ്ടിസോറി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്, കാരണം നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ അങ്ങനെയാണല്ലോ. അപ്പം ഈ മോണ്ടിസോറി മെത്തേഡിൽ പ്രീ പ്ലാൻഡ് ഇല്ല, അവിടെ വരുന്നു അന്നത്തെ കുട്ടികളുടെ രീതിക്ക് അനുസരിച്ചാണ് ആക്ടിവിറ്റി കൊടുക്കുന്നത് ആ ഇൻസ്റ്റന്റില്. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്യും, ഒബ്സർവ് ചെയ്തിട്ട് ആഫ്റ്റർ ആക്ടിവിറ്റിയാണ് നമ്മൾ ഇത് എഴുതുന്നത്, ടീച്ചിങ് മാനുവൽ എഴുതുന്നത്. ജേണൽ പോകും, ഇങ്ങനെ ഒരു ആക്ടിവിറ്റി കൊടുത്തപ്പോൾ കുട്ടികൾ ഇങ്ങനെ അതിനെ എടുത്തു, ഒരു കുട്ടി ഇങ്ങനെയായിരുന്നു, ഒരു കുട്ടി ഇങ്ങനെയായിരുന്നു റെസ്പോണ്ട് ചെയ്തത്, ഒരു കുട്ടി അത് 3 times റിപ്പീറ്റ് ചെയ്തു, വേറൊരു കുട്ടി 5 times റിപ്പീറ്റ് ചെയ്തു. ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു അവരുടെ ഉള്ളിൽ. ഒരു കുട്ടി അത് 10 minutes ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു, വേറൊരു കുട്ടി അതിന് 20 minutes ടൈം എടുത്തു. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതും. എന്നിട്ട് പിന്നെ അങ്ങനെ ഒരു 1 week കഴിയുമ്പോൾ ഓരോ കുട്ടിയുടെ പ്രോഗ്രസ് അസസ് ചെയ്യും. ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി. അപ്പൊ ഒബ്സർവേഷന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ?
അത് ഓൺലൈനിലെ ഒബ്സർവേഷൻ ഒന്ന് ആലോചിച്ചു. അത് ഭയങ്കര മാം എക്സാമിനേഷനകത്ത് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് MCQ ബേസ് ആണോ അതോ നമ്മളൊരു സിറ്റുവേഷൻ തന്നിട്ട് ആ സിറ്റുവേഷൻ അങ്ങനെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ മീൻസ് MCQ ബേസിസ് മീൻസ് ജസ്റ്റ് ഇപ്പൊ മാം പറഞ്ഞ പോലെ മാം പഠിച്ച സമയത്തിലൊക്കെ ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിനെ കുറിച്ച് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാ അത് എഴുതണം. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണോ അതോ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് അല്ല. പോലെ ടേം 1 ടേം 2ന്റെ പാറ്റേൺ ഇല്ലേ, MCQ തന്നെയാണ്, മോക്ക് ടെസ്റ്റിന്റെ അതേ പാറ്റേൺ തന്നെയാണ്. അപ്പം ഇത് ഓഫ്ലൈനും ഓൺലൈനും തമ്മിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്ലാസ്സിനെ ഇങ്ങനെ റീഡിസൈൻ ചെയ്തത്, ആക്ടിവിറ്റി ഓറിയന്റഡ് ആക്കിയത്. പിന്നെ എനിക്ക് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ ഞാൻ അസൈൻമെന്റ് ആയിട്ട് കൊടുത്തു. നിങ്ങളിലേക്ക് അത് വന്നു എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഒരു കുട്ടി ബെഗ് ചെയ്ത് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ അത് ആലോചിക്കണം. ശരിയാണല്ലോ, എന്റെ മുന്നിൽ അങ്ങനെ ഒരു കുട്ടി വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഏതൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഞാനിപ്പോ അസൈൻമെന്റ് എഴുതാൻ ഇനി സമയമില്ല, അതൊക്കെ ഇപ്പൊ കുട്ടികൾക്ക് കുറെ ചെയ്യാനുണ്ടെന്ന് പറയണ കാരണം ഞാനിപ്പോ ക്ലാസ്സിലാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കും. പിന്നെ ചെറിയ ഡിസ്കഷൻസ് പോലെ, സിംഗിൾ ചൈൽഡ് ആണോ മോർ ദാൻ 1 ആണോ നല്ലത്, ആ രീതിയിൽ. അതൊക്കെ ഞങ്ങളുടെ ആക്ടിവിറ്റി ആയിരുന്നു, ക്ലാസ് റൂമിലെ ഡിസ്കഷൻ ആയിരുന്നു. ഗവൺമെന്റ് സ്കൂളാണോ നല്ലത്, CBSE സ്കൂളാണോ, സ്റ്റേറ്റ് സ്കൂളാണോ, CBSE സ്കൂളാണോ, ഗേൾസ് ഓൺലി കോളേജ് ആണോ, ബോയ്സ് മിക്സഡ് ആണോ എന്നുള്ളത്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ആക്ടിവിറ്റീസ് കണ്ടിട്ടായിരുന്നു ഡിസ്കഷൻ. പിന്നെ യൂണിഫോം വേണോ, യൂണിഫോം വേണ്ടേ, അങ്ങനത്തെ കുറെ നമ്മളുടെ ആ ഒരു കാലഘട്ടത്തിലെ ചില സംഭവങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, മൂവീസ് ഡിസ്കസ് ചെയ്യുക. സമയത്ത് ഏതൊരു മൂവി ഇറങ്ങിയിരുന്നല്ലോ, മോഹൻലാലിന്റെ ഒരു മൂവി ഓർക്കുന്നില്ല. എന്നിട്ട് ഞങ്ങളുടെ റെഗുലർ ബാച്ച് ഉണ്ടായിരുന്നു കേട്ടോ, മൺഡേ ടു സാറ്റർഡേയോ ഫ്രൈഡേ എങ്ങാണ്ടുള്ളത്. അവരുടെ ഒരു ദിവസത്തെ ആക്ടിവിറ്റിയാണ് മാമും കുട്ടികളും കൂടെ സിനിമയ്ക്ക് പോവുക. ആക്ടിവിറ്റിയിൽ വരുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് ഉള്ളത് കാരണം സിനിമയ്ക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്നിട്ട് ആ മൂവിയെ കുറിച്ചുള്ള ഡിസ്കഷൻ ആണ്. അതിനനുസരിച്ചുള്ള മൂവി സെലക്ട് ചെയ്യും കേട്ടോ. അന്ന് എന്ത് മോഹൻലാലിന്റെ മീനയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, മുന്തിരി ഒളിമ്പ്യൻ അന്തോണിയാട്ടം. അല്ലല്ല, മുന്തിരി തളർക്കുന്ന അങ്ങനെ എന്തൊരു മുന്തിരിവള്ളികൾ. അത് തളർക്കുമ്പോ എന്തോ, ഞാൻ കണ്ടിട്ടില്ല ആ മൂവി. അപ്പൊ മാം വന്നിട്ട് എന്നോട് പറഞ്ഞു ആ മൂവി ഒന്ന് പോയി കാണണേന്ന് പറഞ്ഞു. ശരി, അതിനൊരു സമയം ഉണ്ടായില്ല. അവരതിന്റെ ഡിസ്കഷൻ ഒക്കെ ആയിരുന്നു. അതൊക്കെയാണ് ഇതിന്റെ പാർട്ടാണ്. പിന്നെ മാസ്ക് ഉണ്ടാക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാനത് സ്റ്റോറി നറേഷൻ അല്ലേ പറഞ്ഞേ. ഞങ്ങൾക്ക് എന്തായിരുന്നു ചെയ്യാനറിയോ, അനിമൽ ഫാഷൻ ഷോ. ഞങ്ങൾ ഓരോ അനിമലിന്റെ മാസ്ക് വെച്ചിട്ട് ഫാഷൻ ഷോ നടത്തുന്നത്. ഇതൊക്കെയായിരുന്നു ആക്ടിവിറ്റീസ് ആയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഞാൻ നിങ്ങളോട് നിങ്ങൾ ഫാഷൻ ഷോ നടത്താമോ, അനിമൽസിന്റെ മാസ്ക് വെച്ച് ചെയ്യാമെന്ന് വെച്ചാൽ ക്ലാസ്സിൽ ആരെങ്കിലും കയറുവോ? ഒരു ദിവസം മാളിൽ പോയിട്ട് ഇതൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേരൊക്കെ ലീവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ബാച്ചിൽ ഞാൻ ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോ, പുതിയ ബാച്ച്, അവര് പറയുക ഞാനൊരു ആദ്യം ഒരു സർവേ കൊടുത്തു. അതായത് 10 പേരെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് ഹെൽത്തിനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായം ഒന്ന് ചോദിക്കണം, ഹെൽത്തി ആയിരിക്കാൻ അവരെന്തൊക്കെയാ ചെയ്യണമെന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. അത് പല സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്നവര്, പല ഏജ് കാറ്റഗറി ആയിരിക്കണം എന്ന് പറഞ്ഞു. എന്നാലാണല്ലോ നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. ആ കുട്ടിയോട് എന്നെ കൊണ്ട് പറ്റില്ല അത് ചെയ്യാൻ, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല, ഞാൻ ഈ കോഴ്സ് ചെയ്യുന്നത് വേറെ ആർക്കും അറിയുകയില്ല, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാത്തത്. അപ്പൊ അതിനൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതാണ് എന്ത് ആക്ടിവിറ്റി കൊടുക്കുമ്പോഴും ചലഞ്ചസ് എല്ലാവരും മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഓൺലൈനിന്റെ ചലഞ്ച് ഓവർകം ചെയ്യാനാണ് ഇങ്ങനെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആക്കിയത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തിയറി ക്ലാസ് പോലെ അങ്ങ് പോവുള്ളായിരുന്നു. എനിക്ക് കണ്ടന്റും സിലബസ് ഓൾമോസ്റ്റ് സെയിം തന്നെ, പക്ഷെ കണ്ടന്റ് തിയറി കുറവാണ് ഞങ്ങളുടെ ടെക്സ്റ്റില്. നമ്മളൊരു സബ്ജക്ട് കുറെ ദിവസങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങൾ ഒരു സബ്ജക്ട് 1 മണിക്കൂർ കൊണ്ട് തീർത്തിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഡിസ്കഷനാണ്. അത് ഞങ്ങളുടെ മാം ഞങ്ങൾക്ക് എടുക്കില്ല.
ഞങ്ങൾ വട്ടത്തിലിരുന്നിട്ട് മാം ഒരു മൂലയ്ക്ക് പോയിരിക്കും, ഞങ്ങളോട് ക്ലാസ് തന്നെ പഠിച്ചോളാൻ പറയും. അതാണ് ആ മെത്തേഡ്. അതും കൂടെ പറഞ്ഞിരുന്നെങ്കിലോ അയ്യോ എനിക്കെതിരെ സമരം ചെയ്യാനാണ്. അപ്പൊ അത് നമുക്ക് ഓൺലൈനിൽ സാധിക്കില്ല. പിന്നെന്താന്ന് വെച്ചാല് ഇങ്ങനെ സബ്ജക്ട് സ്റ്റഡി എന്നൊന്നും മാറ്റണം എന്ന് വിചാരിച്ചിരുന്നു. തുടക്കത്തില് കുറേ കണക്ഷൻ നമ്മൾ വിട്ടുപോയതിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒബ്സർവേഷന്റെ ആ ടേബിള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കാം കേട്ടോ. അതൊരു ഫോർമാറ്റ് ആണ് ആ ടേബിളിന്റെ. ആ രീതിയിൽ തന്നെ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലാത്തൊരു രീതിയിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് തോന്നുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് അത് പ്രിപ്പയർ ചെയ്യാം. ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നു, നെയിം ഓഫ് ദ സ്റ്റുഡന്റ്, താഴെ ആക്ടിവിറ്റി എത്ര നേരം അവൻ ചെയ്തു, എത്ര തവണ റിപ്പീറ്റ് ചെയ്തു, ഫസ്റ്റ് ട്രയലിൽ തന്നെ സക്സസ് ആയോ, എത്രാമത്തെ ട്രയലിലാണ് കറക്റ്റ് ആയത്, കറക്റ്റ് അവൻ എന്താണ് ചെയ്തത്, ഏത് മെത്തേഡാണ് ചെയ്തത്, കാരണം അവന്റെ ബോഡി ലാംഗ്വേജ് നമ്മളുടെ അസിസ്റ്റൻസ് നമ്മുടെ സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ അവൻ തന്നെ വന്ന് ഡിമാൻഡ് ചെയ്തു, അങ്ങനെയുള്ള എല്ലാം നമ്മൾ എഴുതണം ഒബ്സർവേഷനിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു ഫോർമാറ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒബ്സർവേഷന്റെ ആ ടേബിള് കുട്ടിയുടെ കോൺസെൻട്രേഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് എഴുതാതെ നോക്കും. പിന്നെ ഈ ചാപ്റ്റർ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് മുഴുവൻ വായിച്ചോണ്ടിരുന്നു കഴിഞ്ഞാല് നമുക്കിതിലേക്ക് നമുക്ക് പെട്ടെന്നൊന്നും പിടികിട്ടില്ല. അതാണ് ഞാൻ അതിന്റെ കറക്റ്റ് ആ ഫ്രീഡം എന്താണെന്നുള്ളത് പറഞ്ഞു. പിന്നെ റെസ്പെക്ട് ചെയ്യുന്നു, ഫ്രീഡത്തിന് ചില ലിമിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ റെസ്പെക്ട്, ഫ്രീഡം ഓഫ് ചോയ്സ്, ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാന്നുള്ളത് നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മൾ ആ ചൂസ് ചെയ്യുന്നത് വേറെ ഡിസ്റ്റർബ് ചെയ്യരുത്. അതാണ് ഫ്രീഡം വിത്തിൻ ലിമിറ്റ്സ് എന്ന് പറഞ്ഞത്. അങ്ങനെ പറയണ്ടായി. പിന്നെ റെസ്പെക്ട്, നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാകുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കും. സോ റെസ്പെക്ട് ഫോർ മെറ്റീരിയൽസ് അത് പറഞ്ഞു. പിന്നെ ഫ്രീഡം കൊടുത്താൽ മാത്രമാണ് ആ കുട്ടി കാര്യങ്ങളെല്ലാം ഡിസ്ക്ലോസ് ചെയ്യൂ, തുറന്നു കാണിക്കുള്ളൂ. നമ്മുടെ കുട്ടി ചെറിയ കുട്ടിയെന്ന് വിചാരിച്ചു, നമ്മുടെ സ്വന്തം കുഞ്ഞ് ഇരുന്ന് കളറ് ചെയ്യുക, ഒരു മാവ് കളറ് ചെയ്യുക എന്ന് വിചാരിച്ചു. നമുക്കറിയാം മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല പച്ച കളറാണ്, മാവിന്റെ ആ ഒരു ബാർക്ക് തടിയുടെ ഭാഗം അതിനൊരു ചില മാവ് പച്ച കളറിൽ വരും, ചിലത് ഇങ്ങനെ ബ്രൗൺ ഷെയ്ഡിൽ വരും, അല്ലെ? അങ്ങനെയുണ്ട്. കുട്ടി ഇതൊന്നും അല്ലാത്ത ചുമന്ന കളർ അടിക്കുന്നെങ്കിൽ ഉടനെ നമ്മള് ഇതെന്ത് പണിയാ കാണിക്കുന്നത്, ചുമപ്പാണോ മാവിന് കളർ അടിക്കുന്നതെന്ന് ചോദിക്കുവാണോ വേണ്ടത്? നമ്മൾ നേരെ കുട്ടിയെ മിറ്റത്തിറക്കുക. നമുക്ക് മാവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിക്ചർ കാണിച്ചു കൊടുക്കുക. ഇല്ലാതെ ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് ചിലപ്പോ ഇല്ലെങ്കിലോ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരട്ടെ, മാവിനെ കാണിച്ചു കൊടുക്കാം, എന്ത് കളറാന്ന് ചോദിക്കും. അങ്ങനെ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യിക്കുക. അപ്പൊ കുട്ടി തിരിച്ചു വന്ന് മാവിന് അതിനനുസരിച്ച് കളർ ചെയ്യും. നമ്മൾ ആദ്യം ഡോണ്ടു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇത് അത് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി വർക്കാവില്ല. അപ്പൊ തെറ്റാൻ അവൻ അവസരം കൊടുക്കണം, എന്നാൽ മാത്രമേ അവൻ കറക്റ്റ് ചെയ്യുള്ളൂ. ആദ്യം ചുമന്ന കളർ അടിച്ചു, നമുക്കൊന്ന് പുറത്തുപോയി മാവിനെ കണ്ടിട്ട് വരാം, നമ്മൾ കൊണ്ടുപോയാൽ മതി. തെങ്ങോ എന്തോ റിബി എന്താണോ വരയ്ക്കാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ ആ എൻവയോൺമെന്റുമായിട്ട് കുഞ്ഞുങ്ങളെ കണക്ട് ചെയ്യിക്കാനായിട്ട് ഈ മോണ്ടിസോറി മെത്തേഡിൽ അതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പലരും റെക്കോർഡോ അസൈൻമെന്റോ എന്തൊക്കെയൊക്കെയോ ചെയ്തിട്ട് പല ബാച്ചിലോട്ടോ ഈ ബാച്ചിൽ നല്ല എനിക്ക് അയച്ചിരുന്നത് ശരിയാണോ ശരിയോ തെറ്റെന്നുള്ളത് ഇവിടെ ഇല്ല. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് റൈറ്റ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാ. അതിനെ ആരാ ജഡ്ജ് ചെയ്യാൻ വരുന്നത്? ആരും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യില്ല, അതിനെ ആരും ജഡ്ജ് ചെയ്യില്ല. നമ്മൾ ചെയ്ത് കറക്റ്റ് ആകും. അത്രയേ ഉള്ളൂ. എക്സാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടില്ല, ബട്ട് ഞാനാണ് എന്റെ പോർഷൻ ആയതുകൊണ്ട് എനിക്കറിയാം എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുള്ളത്, ഇടണം എന്നുള്ളത്. കാരണം എനിക്ക് വേറൊന്നുമല്ല, മോണ്ടിസോറി മെത്തേഡ് മനസ്സിലായോ എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് ഏറ്റവും വേണ്ടുന്ന ക്വാളിറ്റി നമുക്ക് പറയാം ഒബ്സർവേഷൻ ആണെന്നുള്ളത്. പിന്നെ മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം റിയാലിറ്റി നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്. ഒരു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് റിയാലിറ്റി നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ മെറ്റീരിയൽസിന്റെ ഫണ്ടമെന്റൽ ലെസൺ, അതായത് നമ്മൾ കുട്ടികൾക്ക് ഡെമോ കൊടുക്കുന്നത് ആദ്യം ഒന്ന് കാണിച്ചു കൊടുക്കും. അതല്ലേ ഗൈഡൻസ് എന്ന് പറയുന്നത്.
ആദ്യം ഒന്ന് കാണിച്ചു കൊടുക്കും, എന്നിട്ട് നമ്മൾ മാറി നിന്ന് അവരെ ഒബ്സർവ് ചെയ്യും. അപ്പൊ അങ്ങനെ ഫണ്ടമെന്റൽ ലെസൺസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതിനനുസരിച്ച് വേണം ഫണ്ടമെന്റൽ ലെസൺസ് കൊടുക്കാൻ. ആ 3 ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കറിയാം: സിംപ്ലിസിറ്റി, ബ്രിവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി. എനിഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ വേർഡിന്റെ മീനിങ്? എനിഗ്രാം ഞാൻ അത് ഓപ്ഷൻസ് ഇട്ട് കണ്ടിട്ടാണോ? അത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എനിഗ്രാം എന്ന് പറയുന്നത്. അതായത് നമ്മള് ഹിപ്നോസിസുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിട്ട് നമ്മുടെ മനുഷ്യന്റെ മനസ്സിന്റെ പല അതുമായിട്ട് കണക്റ്റഡ്. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല, പക്ഷെ നമ്മുടെ പൊട്ടൻഷ്യലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചില ചിന്തകളും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ് എനിഗ്രാം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വാക്ക് നിങ്ങളുടെ ടെക്സ്റ്റിലില്ല, ഞാൻ അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. ഉണ്ട് മാം, മോണ്ടിസോറി ടൈംസ് എന്ന പോർഷനിലുണ്ട്, ഒരു പാരഗ്രാഫിൽ വരുന്നുണ്ട്. ഞാനത് ക്ലാസ്സിൽ പറഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലെ, എനിഗ്രാമിന്റെ കാര്യം ഓപ്ഷൻസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എനിഗ്രാം ഇമ്പോർട്ടന്റ് ഇല്ല, നമുക്ക് ഹോമും നെബുലയും നേമിയും മാത്രമാണ് ആ ടേംസ്, അതിന്റെ കണക്ഷനാണ് വേണ്ടത്. പിന്നെ അഡാപ്റ്റേഷനും എഡ്യൂക്കേഷനും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. പാർട്ട് 3 മാത്രമല്ലേ സംശയമുള്ളൂ? വേറൊന്നും സംശയമില്ലല്ലോ? പാർട്ട് 2 ഒന്നും ഡൗട്ട് ഇല്ലല്ലോ? യൂണിറ്റ് 7 2 പോർഷൻ ആയിട്ടായിരിക്കും പകുതിയും കാണുന്നില്ല. ക്വാളിറ്റീസ് ഓഫ് മോണ്ടിസോറി ഫെസിലിറ്റേറ്ററും റോൾ ഓഫ് മോണ്ടിസോറി ഫെസിലിറ്റേറ്ററും ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അതറിയാവുന്ന കാര്യമല്ലേ. അതില് അത് മാം, ആ റോൾ ഓഫ് മോണ്ടിസോറി ടീച്ചറില് എക്സാംപ്ലർ എന്ന് പറയുന്ന ആ ടേം എന്താണ്? എക്സാമ്പിൾ, ഒരു ആളൊരു റോൾ മോഡൽ ആയിരിക്കണം, ഒരു എക്സാംപ്ലർ ആയിരിക്കണം. ഒരു എക്സാമ്പിൾ നമ്മൾ പറയില്ലേ, നല്ലൊരു എക്സാമ്പിൾ ആണ് അയാൾ നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് എക്സാമ്പിൾ. ആർബിട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റഫറി അല്ലെങ്കിൽ അമ്പയർ എന്നൊക്കെ പറയില്ലേ, എന്ന് വെച്ചാൽ ആളെന്ന് പറയുന്നത് ഒരാൾ പാർഷ്യൽ അല്ല അല്ലെ. അമ്പയർ, ഈ റഫറി എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിയോട്, ഒരു ടീമിനോട് പാർഷ്യാലിറ്റി കാണിക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ അത് തന്നെയായിരിക്കും, അത് തന്നെ ആയിരിക്കണം. അതായത് കുട്ടികളെ ഒരാളോട് താല്പര്യം കാണിക്കുന്നു, മറ്റേ ആൾക്ക് അത് ഒരു വിഷമമുണ്ട്, വേറൊരു കുട്ടിക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരാളെ അപ്രൈസ് ചെയ്യാൻ പോലും പാടില്ല എന്നാണ് ശരിക്കും പറയുന്നത്. പിന്നെ റിയൽ പ്രിപ്പറേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇസ് ദ സ്റ്റഡി ഓഫ് വൺ സെൽഫ് ആണ്. അവനവനെ തന്നെ തിരിച്ചറിയുക, അതാണ് റിയൽ പ്രിപ്പറേഷൻ ഓഫ് ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, സബ്ജക്ട് സ്റ്റഡി അല്ല, നമ്മളെ തന്നെ നമ്മൾ കണ്ടീഷൻ ചെയ്തെടുക്കുന്നതാണ് റിയൽ പ്രിപ്പറേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എന്തായിരുന്നു കൊണ്ടിരിക്കാൻ വരാം. ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും ബാക്കിയുണ്ടോ നോക്കാം. എക്സാമ്പിളർ പറഞ്ഞല്ലോ, എക്സാമ്പിൾ ആണെന്ന്. പിന്നെ അതിന്റെ നമ്പർ ഇട്ടതൊക്കെ ഞാനൊന്ന് ക്ലാസ്സിൽ കറക്റ്റ് ചെയ്ത് തന്നിരുന്നു. പിന്നെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന്റെ ഒക്കെ അഡീഷണൽ ആയിട്ടുള്ള PDF തന്നിട്ടുണ്ടായിരുന്നല്ലോ വെൽനെസിന്റെ ഒക്കെ. അപ്പൊ അതൊന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? ഞാൻ വെൽനസിന്ന് പൊതുവെ ചോദിക്കാറില്ല, പക്ഷെ PFA സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന്ന് 1-2 ക്വസ്റ്റ്യൻ ചോദിക്കും. അത് പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈവൻ ദോ ആ ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്താന്ന് അറിയുന്ന, മീൻസ് അത് മനസ്സിന് കൊടുക്കുന്ന ഒരു ഇതാണെന്ന് മാത്രം അറിയുന്ന ഒരാൾക്ക് തന്നെ
ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇടാറ്. അല്ലാണ്ട് ഫുൾ അത് വായിച്ചാൽ കിട്ടുന്ന ആ രീതിയിലല്ല. ഇപ്പൊ ക്ലാസ്സിൽ കയറാത്ത ഒരാൾക്ക് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്താണെന്നറിയാം, ഇങ്ങനെ മനസ്സിനെ ഹീല് ചെയ്യുന്ന അറിയുന്ന അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ ചോദിക്കാറുള്ളൂ. 2 ക്വസ്റ്റ്യൻ കൂടി വന്ന അത് കൂടുതൽ PFM ചോദിക്കാറില്ല. വെൽനസിന് ഞാൻ അങ്ങനെ എടുക്കാറില്ല, ക്വസ്റ്റ്യൻ എടുക്കാറില്ല. കാരണം പലരും ചിലപ്പോൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്യാറ് പോലും ഉണ്ടാവില്ല. ക്ലാസ്സിൽ ഇരുന്നവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് കേട്ടോ വെൽനസ് ഞാൻ എടുത്തത്. വെൽനസ് ആ ഒറ്റ സെന്റൻസ് മാത്രം അറിയേണ്ട ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് വെൽനസ് എടുത്തത്. കാരണം മനസ്സിലാകണം എങ്ങനെയാണ് ഒരു വ്യക്തിയെ പല കാര്യങ്ങളും ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അയാളുടെ സുഖത്തെ, സമാധാനത്തെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാകണം. മോഡ്യൂൾ 3 നമുക്ക് എടുത്തില്ല മാം. മോഡ്യൂൾ 3 നമുക്ക് പ്രാക്ടിക്കൽ സെഷൻ ആയിരുന്നില്ലേ? മോഡ്യൂൾ 3യുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ അപ്പാരറ്റസ് റെക്കോർഡിൽ എഴുതി വെച്ചേക്കുന്നത്. മോഡ്യൂൾ 3 എക്സാം ഇല്ല, അത് പ്രാക്ടിക്കലാണ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിന്റെ 5 പാർട്ടാണ്, 5 ഏരിയ. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ 5 ഏരിയ തിരിച്ചിട്ടാണ് അപ്പാരറ്റസ് റെക്കോർഡിൽ എഴുതിയിരിക്കുന്നത്. ആ 5 ഏരിയയിലെ മെറ്റീരിയൽസ് ആണ് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്തത്. പിന്നെ അതിൽ കുറെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു തോന്നുന്നു. പിന്നെ ഒരു പ്രാക്ടിക്കൽ സെഷൻ ഞാൻ തിയറി ആയിട്ട് തന്നിരുന്നോ? മാം ഒരു ദിവസം ഈവനിങ് മൊഡ്യൂൾ 3 എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അതെ, അതിൽ കുറെ ഡെമോൺസ്ട്രേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് വീട്ടിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്ത് നോക്കാം ഇങ്ങനെ. പിന്നെ അതിന്റെ സ്കീം എടുക്കുന്നത് അശ്വതി മിസ് ആയിരുന്നു. സ്കിൽസ് നിങ്ങൾക്ക് ലാംഗ്വേജ് ഏരിയ പറഞ്ഞു തന്നപ്പോ അത് പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്നാണ് എന്റെ ഒരു ഓർമ്മ. പിങ്ക് സ്കീം, ബ്ലൂ സ്കീം ഒക്കെ പറഞ്ഞു തന്നില്ലായിരുന്നു അശ്വതി മിസ്? മാം ക്ലാസ് എടുത്തായിരുന്നു. ഇതൊക്കെയാണ് വരുന്നത്. അപ്പൊ 7ലെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. കാരണം എന്റെ പേജ് മിസ്സിംഗ് ആണ്, നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് ഓർമ്മ വരും. 7ല് പിന്നെ യെസ്, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഒരു കുട്ടിയുടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, കോൺസെൻട്രേഷൻ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുക. ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് കുട്ടിയെ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ് അല്ലെ? അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ മെറ്റീരിയൽസ് ഓട്ടോ കറക്ഷൻ ആണ് അല്ലെ? മെറ്റീരിയൽസ് കുട്ടികൾ തന്നെയാണ്, കൺട്രോൾ ഓഫ് എറർ അത് ഒക്കെ വരുന്നത് തന്നെയാണ്. പോയിന്റ് ഓഫ് കോണ്ടാക്ട് അത് നമ്മൾ പറഞ്ഞ ഒരു കുട്ടി ആദ്യമായിട്ട് മോണ്ടിസോറി എൻവയോൺമെന്റിൽ വരുവാണെന്ന് വിചാരിച്ചു. ഈ കുട്ടി വരുമ്പോ കുട്ടി അതിപ്പോ നമുക്കറിയാം, ഇപ്പൊ ജൂൺ മാസങ്ങളില് KG സെഷനിൽ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കുന്ന ഒരു സ്കൂളിലെ കൊച്ചു കുട്ടികളുടെ അവസ്ഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഏതെങ്കിലും കുട്ടികളെ വിട്ടിട്ടുണ്ടാവും. അവർ ആ എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റഡ് ആകണം. ഒരു എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റഡ് ആകണമെങ്കിൽ മോണ്ടിസോറി മെത്തേഡ് ഡിഫറെന്റ് ആണ്. അപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റഡ് ആകണമെങ്കിൽ ഒരു ട്രഡീഷണൽ ടീച്ചർ ചെയ്യിക്കുന്ന പോലുള്ള ആക്ടിവിറ്റീസ് അവിടെ കൊടുക്കണം. അതായത് കഥ പറയോ, പാട്ടുപാടിയോ, ഡാൻസ് ചെയ്യോ കൊടുക്കണം. അപ്പൊ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അല്ലെ? അപ്പൊ അങ്ങനെ കുട്ടിയും ആ ഒരു ഫെസിലിറ്റേറ്ററും ആ ഒരു എൻവയോൺമെന്റുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അല്ലാതെ കുട്ടി വന്ന ദിവസം തന്നെ നമ്മൾ ഈ മെറ്റീരിയൽസ് എടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അവർക്ക് ഇൻട്രസ്റ്റ് തോന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് തോന്നില്ല, അവർ ചെയ്യില്ല കറക്റ്റ് ആയിട്ട്, പ്രോപ്പർ ആയിട്ട്. അപ്പൊ നമ്മൾ ആദ്യം ആ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യിക്കണമെങ്കിൽ ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമിൽ നടക്കുന്ന പോലെ തന്നെ അവരോട് പാട്ടുപാടിയോ ഡാൻസ് ചെയ്ത്, ഞാൻ പറഞ്ഞതാണ് എന്റെ ഓർമ്മ, സ്കിപ്പായിട്ടില്ല എന്നാണ് എന്റെ ഒരു ഓർമ്മ, ചെയ്യണം. അതാണ് ശരിക്കും ഡെവലപ്പിംഗ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഇത് എക്സാമിന് ശരിക്കും അതിനൊന്നും ഞാൻ ഇടാറില്ല, വേറെ ഒന്നും കൊണ്ടല്ല. ഇതൊരു ആസ് എ ടീച്ചർ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പുതിയതായിട്ടൊരു ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കുട്ടികളുമായിട്ട് ആദ്യം ഒരു റാപ്പോ ബിൽഡ് ചെയ്യണോ? നമ്മൾ കുട്ടികളുമായിട്ട് ഒരു റാപ്പോ ബിൽഡ് ചെയ്യണം. എന്നാലാണ് കുട്ടികൾ നമ്മളെ ഫോളോ ചെയ്യുള്ളൂ. അവർ നമ്മൾ പറയണ ശ്രദ്ധിക്കുള്ളൂ, നമ്മൾ ചെയ്യുന്നത് അവർ ഇഷ്ടപ്പെടുള്ളൂ അല്ലെ? അപ്പൊ ആ റാപ്പോ ബിൽഡ് ചെയ്യുന്നതാണ് ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ആ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു. അതാണ് ഞാൻ മോണ്ടിസോറി ടീച്ചിങ് പ്രാക്ടീസിന് പോയ സമയത്ത് അവിടെ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ സാർ എന്നെ ഇടയ്ക്ക് വിളിക്കും. എവറി ഡേ, എല്ലാ ദിവസവും കുട്ടികളുടെ കൂടെ ആക്ഷൻ സോങ്ങോ ഡാൻസോ എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയും. കാരണം അവർക്ക് ഞാൻ ന്യൂ ആണല്ലോ, ഞാനുമായിട്ട് അവര് കണക്റ്റഡ് ആകട്ടെ, അതിന് വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. എന്തോ? ഫോൾസ് ഫാറ്റ്.
നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കിനി വയ്യ എന്ന് പറഞ്ഞ അവിടെ കിടക്കുവോ മറിയോ എന്തെങ്കിലും ചെയ്യും അല്ലെ. എൻ്റെ ഒരു കുറച്ച് ഇൻസ്റ്റന്റ് കഴിയുമ്പോൾ അവർ ബാക്ക് ടു വർക്കാണ്. അതുകൊണ്ടാണ് അതിനെ ഫോൾസ് ഫാറ്റിക് എന്ന് പറയുന്നത്. ഫാറ്റിക് എന്ന് പറഞ്ഞാൽ ക്ഷീണം. അത് ശരിക്കുള്ള ക്ഷീണമല്ല, ചുമ്മാ പറയുന്നുള്ള രീതിയിൽ. അത് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ എൻവയോൺമെന്റിൽ അവർ ആക്ടിവിറ്റി ചെയ്യുവാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന മാറ്റിൽ ഇരുന്നല്ലേ ചെയ്യുന്നത്, വലിയ മാറ്റിൽ ഇരുന്ന് ചെയ്യുമ്പോൾ ആക്ടിവിറ്റി ചെയ്യുന്നതിനിടയ്ക്ക് ഇവരങ്ങനെ വെറുതെ അവിടെ കിടക്കും, കുട്ടികൾ അവിടെ കിടക്കും, ആക്ടിവിറ്റി പകുതിക്ക് വെച്ച് നിർത്തിയിട്ട്. അപ്പൊ അതിനെയാണ് ഫോൾസ് ഫാറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ മോണ്ടിസോറി പറയുന്നത് അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്, അവരെ വീണ്ടും ആ വർക്ക് റെസ്യൂം ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ടാണ് അതിനെ ഫോൾസ് ഫാറ്റിക് എന്ന് പറയുന്നത്. ക്ഷീണം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അതിൽ നിന്ന് വിട്ട് നമ്മൾ പോയി എവിടെയെങ്കിലും പോയി ഇരിക്കും എന്നുള്ളതല്ലേ. ഇവര് കുറച്ച് സമയത്തേക്കാണ് അത് കാണിക്കുന്നത്. ഇത് കുട്ടികൾ കാണിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ അങ്ങനെ കാണിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവും. വർക്ക് സൈക്കിളും ആ പ്രോസസ് ഓഫ് ഒബ്സർവേഷനും അതിന്റെ ഒരു ടേബിളും അല്ലായിരുന്നു നെക്സ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ 70 യൂണിറ്റിൽ സംശയമുള്ളത്? ടേംസിലേക്ക് പോവാം. നിങ്ങൾക്ക് 7ൽ എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ പറയാം. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡില് എങ്ങനെയുള്ള ആളുകൾക്കാണ് PFA ആവശ്യം അത് അറിയാലോ. ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആൾക്കാര്, സെൽഫ് ഹാം ചെയ്യുന്നവര്, മറ്റുള്ളവരെ ഹാം ചെയ്യുന്നത്, എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചവര്, അങ്ങനെയുള്ള നമുക്കറിയാം. അപ്പൊ ഓക്കെ നല്ല മെന്റലി ഹെൽത്തി, ഫിസിക്കലി ഹെൽത്തി ഒക്കെ ആയിട്ടുള്ള ഒരാൾക്ക് PFA കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത് നിങ്ങൾക്കറിയാം. പിന്നെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന വ്യക്തികൾ എങ്ങനെയായിരിക്കണം നമുക്കറിയാം. വളരെയധികം പേഷ്യൻസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നവരാകരുത്, നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കണം. അതായത് വേറൊരാളെ വിധിക്കാനുള്ള യാതൊരു റൈറ്റ്സും നമ്മൾക്കില്ല. ആസ് എ ടീച്ചർ, ആസ് എ പേഴ്സൺ, ടീച്ചർമാര് പ്രത്യേകിച്ചും അവനവനെ തന്നെയാണ് ജഡ്ജ് ചെയ്യേണ്ടത്, അവനവനെ തന്നെയാണ് ക്രിട്ടിസൈസ് ചെയ്യേണ്ടത്, അവനവനെ തന്നെയാണ് അനലൈസ് ചെയ്യേണ്ടത്. ഞാനൊരു ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ എനിക്കിങ്ങനെ ഫീഡ്ബാക്ക് വരുമ്പോൾ ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യണം അല്ലെ. ഞാൻ അല്ലാതെ ഫീഡ്ബാക്ക് തന്ന കുട്ടിയെ ഞാൻ ഹറാസ് ചെയ്യല്ല വേണ്ടത്. ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യണം, എന്നെ തന്നെ ജഡ്ജ് ചെയ്യണം, എന്നെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യണം. പിന്നെ നമുക്കറിയാം ഒരു മോണ്ടിസോറി എൻവയോൺമെന്റില് ഡീവിയേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ അത് ആ ഫെസിലിറ്റേറ്ററെ കറക്റ്റ് ചെയ്യണം എന്നുള്ളത് അറിയാം. കാരണം എന്തുകൊണ്ടാണ്, അത് ആ കുട്ടിയുടെ ഡെവലപ്മെന്റിന് തടസ്സം നിൽക്കും. അപ്പൊ നിങ്ങൾക്കിപ്പോ സബ്ജക്ട് സ്റ്റഡി എന്ന് പറയുമ്പോൾ എനിക്ക് അതൊരു ഡീവിയേഷൻ ആയിട്ടാണ് തോന്നുക. അപ്പൊ അതിനെ ഞാൻ നോർമലൈസേഷനിലേക്ക് കൊണ്ടുവരണം, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. അത് എന്റെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടില്ല, നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാവണമെങ്കിൽ അതിനെ മാറ്റണം, നിങ്ങളൊരു ലേണിംഗ് എൻവയോൺമെന്റിലേക്ക് കൊണ്ടുപോകണം. അത് പറ്റിയത് നമ്മുടെ ക്ലാസ്സിന്റെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബാച്ചുകളിലെല്ലാം ഉണ്ടായ ഒരു പോസിറ്റീവ്നെസ് ഞാൻ എന്താന്ന് പറയാം, കുട്ടികൾക്ക് പ്രസന്റേഷൻ സ്കില്ല് കൂടി. നിങ്ങളെ പല പല ടോപ്പിക് PG അല്ലാതെ നിങ്ങളെ ടീച്ചേഴ്സ് കുറെ സെമിനാർ എടുപ്പിച്ചിട്ടുണ്ടാവില്ലേ, പ്രസന്റേഷൻ സ്കില്ല്. നിങ്ങളോട് പ്രെയർ പറയാൻ പറഞ്ഞു, തോട്ട് ഫോർ ദ ഡേ പറയാൻ പറഞ്ഞു, അത് പിന്നെ കൂടാതെ സൈൻ ഇൻ പറയാൻ പറഞ്ഞു. നമ്മൾ പ്രസന്റ് ചെയ്യുക, അപ്പൊ നിങ്ങൾ അറിയണില്ല, നിങ്ങളുടെ ഉള്ളിലെ പൊട്ടൻഷ്യൽ ഒക്കെ പുറത്തേക്ക് വരുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മുടെ ഇറങ്ങിയ ട്രെയിനേഴ്സിനെല്ലാം ഫെസിലിറ്റേഴ്സിനെല്ലാം ഉണ്ടായ ഒരു പോസിറ്റീവ്നെസ് അതായിരുന്നു. ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനൊന്നുമില്ല, കോൺഫിഡന്റ് ആയിട്ട് തന്നെ പോയി അറ്റൻഡ് ചെയ്യും. ജോലി കിട്ടുക ഇല്ല എന്നുള്ളത് സെക്കൻഡ് പ്രയോറിറ്റി. ഈവൻ ജോലി കിട്ടാതിരുന്ന കുട്ടികളെ എന്നെ വിളിച്ചിട്ട് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് മാം, എനിക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റി, അങ്ങനെയാണ് പറയാറ്. ഞാൻ ഇനി അടുത്തതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും.
ഡൗൺ ആവുന്നില്ല. അതാണ് എനിക്ക് കിട്ടിയ ഒരു പോസിറ്റീവ്നെസ്. നിങ്ങളിൽ പലരും അങ്ങനെ തന്നെ, എല്ലാവരും തന്നെ അങ്ങനെ ആയി വന്നിട്ടുണ്ട്, ആകുന്നുണ്ട് കുറെ പേര്. അല്ലാതെ നമ്മളിപ്പം കാണാതെയൊക്കെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്കും ടെൻഷനായിരിക്കും, നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോഴും നമുക്ക് ടെൻഷനായിരിക്കും. അതേസമയം നമ്മുടെ ഉള്ളിലുള്ള കാര്യമാണെങ്കിൽ അതങ്ങനെ ഫ്രീ ഫ്ലോയിൽ വന്നോളൂ, നമുക്കൊരു ടെൻഷനും ഇല്ല. നമ്മുടെ ഒരു ബാച്ചിലൊരു കുട്ടി നല്ല പോലെ പ്രസന്റ് ചെയ്തു കേട്ടോ. പക്ഷെ ആൾക്ക് ഇത്തിരി തടിയുണ്ട്. ആ ഒരു പബ്ലിക് സ്കൂളാണ്, CBSE. ചില ടീച്ചേഴ്സ് ലുക്സ് ഒക്കെ നോക്കുമല്ലോ, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒന്നും പറയാനില്ല ഈ കുട്ടി, കാരണം അതുപോലെ പ്രസന്റ് ചെയ്തു കാര്യങ്ങളെല്ലാം. ചോദിച്ചതിനൊക്കെ നല്ല ഭംഗിയായിട്ട് ആൻസർ ചെയ്തു, എല്ലാം പ്രസന്റ് ചെയ്തു. അപ്പം അവര് ഉടനെ ആ ഒരു പ്രിൻസിപ്പൾ, അവരങ്ങനെ ചോദിക്കാൻ പാടില്ല, അങ്ങനെ അവര് ചോദിക്കുക എന്തൊരു തടിയായത്, ഈ തടി വെച്ച് എങ്ങനെയാണ്? ഒരു ഇന്റർവ്യൂവിന് വന്ന കുട്ടിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അവർക്ക് ആ ലുക്സ് വെച്ച കുട്ടിയുടെ ഉണ്ടാവും, മനസ്സിലായില്ല. കുട്ടിക്ക് ഹോർമോൺ എന്തോ, നല്ല ക്യൂട്ടാണ് കേട്ടോ ആള് കാണാൻ, ഹോർമോൺ എന്തോ ഇഷ്യൂ വന്നിട്ട് തടി വെച്ചതാണ്. എന്ത് തടിയത്, ഈ തടി വെച്ച് എങ്ങനെയാ ജോലിക്കൊക്കെ പോകുന്നത് ഇങ്ങനെ ചോദിച്ചു. അത് നല്ല വിഷമം ഉണ്ടായി. പക്ഷെ അത് എന്നോട് പറഞ്ഞു. അപ്പൊ അവര് എന്നോട് എന്താ മാമിനോട് പറഞ്ഞു, മാമിനെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കല്ലേ, ടോപ്പ് റിലേറ്റഡ് എല്ലാം ചോദിച്ചു. എന്റെ തടിയാണോ മാമിന്റെ പ്രശ്നം? അത് ചോദിക്കാനുള്ള ധൈര്യം ആ കുട്ടിക്ക് കിട്ടിയത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. അപ്പോഴേക്കും അവര് വല്ലാണ്ടായി പ്രിൻസിപ്പള്. പറഞ്ഞു ഞാൻ അത് പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നിങ്ങൾ ഇനി എനിക്ക് ജോലി തന്നാലും ഞാനിവിടെ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. നമുക്കൊരു സെൽഫ് റെസ്പെക്ട് ഉണ്ടല്ലോ അല്ലെ. നമ്മള് സാധാരണ ഒരു ലെവലില് അങ്ങനെയാണ് നമ്മൾ വന്നെങ്കിൽ അവരുടെ ചോദ്യം നമ്മളെ ഡൗൺ ആക്കി കളഞ്ഞാൽ അല്ലെ. നമുക്ക് നമ്മളിലുള്ള കോൺഫിഡൻസ് കൂടി. കാരണം എനിക്ക് പല കഴിവുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ അറിയുന്നു. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആരും നമ്മളെ ജഡ്ജ് ചെയ്യാൻ വന്നാൽ നമ്മൾ എന്തിനാ നിന്ന് കൊടുക്കും? അങ്ങനൊരു കാര്യം അതിനോട് ഇങ്ങനെ ഷെയർ ചെയ്തു. അത് ഹോൾ ക്ലാസ്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്, പേഴ്സണലി പറഞ്ഞ കാര്യമല്ല. ഇപ്പൊ അതൊരു സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സെയിം തന്നെ വേറൊരു ബാച്ചിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പോലെ പ്രസന്റ് ചെയ്തു. പക്ഷെ ആളുടെ സ്കിന്നിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അവിടുത്തെ മാനേജ്മെന്റ് ആളെ പോസ്റ്റ് ചെയ്തു. മോണ്ടിസോറി സ്കൂളായിരുന്നു, ഒരു ടോപ്പ് സ്കൂൾ തന്നെയായിരുന്നു, പോസ്റ്റ് ചെയ്തു. ടീച്ചിങ് പ്രാക്ടീസ് ഇഷ്ടപ്പെട്ടിട്ട്. പക്ഷെ പ്രിൻസിപ്പള് പല പല റീസൺസ് പറഞ്ഞ് ഒഴിവാക്കി. ഓൺലൈൻ കോഴ്സ് ആണെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട, അവർക്ക് നമ്മളെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ലോസ് അവർക്കാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ എത്രയോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്പേസ് എവിടെയാണോ അവിടെ നമ്മൾ നിൽക്കുക, അല്ലാത്തടത്ത് നിന്ന് ഇറങ്ങി പോവുക, അത്രയേ ഉള്ളൂ. 7ൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 7ല് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ആ ക്യാരക്ടറിസ്റ്റിക്സ് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. സിംപ്ലിസിറ്റി, പ്രിവിറ്റി, ഒബ്ജക്ടിവിറ്റി. പിന്നെ അതുപോലെ തന്നെ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. ഞാൻ എല്ലാ ബാച്ചുകാർക്കും അല്ലെങ്കിൽ ഈ പേപ്പർ 4 അല്ലെങ്കിൽ പേപ്പർ 5 ഫിലോസഫിയോ അല്ലെങ്കിൽ മോണ്ടിസോറി തിയറി മെത്തേഡ്സ് ആപ്ലിക്കേഷനോ അതിലേതിലെങ്കിലും ചിലപ്പോൾ 2ലും ഇങ്ങനെ കോഡ്സ് എഴുതും. കോഡ്സ് എഴുതിയിട്ട് അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഡാഷ് ഇടും, ഫില്ല് ചെയ്യാനായിട്ട് ഇടും. എന്നിട്ട് ഡോക്ടർ മോണ്ടിസോറിയുടെ ഫേമസ് കോട്ട് അത് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ ഇന്റലിജൻസിലേക്കുള്ള ഇൻസ്ട്രുമെന്റ് അതിന്റെ കൈകളാണ്. ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള 2 കോട്ട്. ഈ 2 കോട്ടിൽ ഏതെങ്കിലും ഞാൻ എപ്പോഴും എക്സാമിന് ചോദിക്കും. കാരണം അതെനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാട്ടോ, അല്ലാണ്ട് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ ചെയ്ത് മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളത് മനസ്സിലാക്കണം. യെസ്, ഒരു കുട്ടിയുടെ ഇന്റലിജൻസിലേക്കുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ കൈകളാണ്. അല്ലെ, കൈകൾ കൊണ്ട് അത് ആക്ടിവിറ്റി ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന്റെ ചെറിയ മസിൽസ് ഡെവലപ്പ് ആകും. അങ്ങനെ അങ്ങനെ അത് റീഡ് ചെയ്യും, റൈറ്റ് ചെയ്യും, ഡ്രോ ചെയ്യും, കൺസ്ട്രക്ട് ചെയ്യും, സാധനങ്ങൾ ഉണ്ടാക്കും, അല്ലെ, പെയിന്റ് ചെയ്യും. അപ്പൊ ഹാൻഡ്സ് ആണ് ഒരു കുട്ടിയുടെ ഇന്റലിജൻസിലേക്കുള്ള ഇൻസ്ട്രുമെന്റ്സ്. ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞ ഒരു ഫേമസ് കോട്ടിലുള്ളതാണ്. പിന്നെ കുട്ടികൾക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം, ഡാഷ് പ്രൊവൈഡ് ചെയ്യണം വിത്തിൻ ലിമിറ്റ്സ്, അല്ലെങ്കിൽ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം വിത്തിൻ ഡാഷ്, അങ്ങനെ ഏതെങ്കിലും അതും മോണ്ടിസോറിയുടെ ഒരു ഫേമസ് കോട്ടാണ്. അപ്പൊ ആസ് എ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ഈ 2 കോഡ്സും കുട്ടികൾ അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക്
ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് എക്സാമിന് ഞാൻ മിക്കവാറും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ അതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് മെത്തേഡ് എന്താന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ എന്റെ നോളജ് വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കലല്ല എന്റെ പണി. പ്രിപ്പയർഡ് എൻവിയോൺമെന്റ്, പിന്നെ അതുപോലെ തന്നെ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് പ്രിപ്പയർഡ് എൻവിയോൺമെന്റും കൂടെ ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫ്രീഡവും പ്രിപ്പയർഡ് എൻവിയോൺമെന്റുമാണ്. ഇനി ആ 2 ഫാക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അങ്ങനെ ഡെവലപ്മെന്റിലേക്ക് പോകാൻ കുട്ടിയുടെ ഉള്ളിൽ തന്നെ 2 ടൂൾസ് ഉണ്ട്, 2 എയ്ഡ്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് സെൻസിറ്റീവ് പീരീഡ്, ഓക്കെ, സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡുമാണ്. അപ്പൊ നമ്മൾ 4th യൂണിറ്റിലേക്ക് വരുവാണ്. സെൻസിറ്റീവ് പീരീഡ് അവിടെയാണല്ലോ അല്ലെ. അപ്പൊ സെൻസിറ്റീവ് പീരീഡ് ആണ് അവരുടെ ഈ ഡെവലപ്മെന്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പീരീഡ് എന്ന് പറയുന്നത്. 7ൽ ഇനി എന്തെങ്കിലും ഉണ്ടോ? 7ൽ അതൊക്കെയാ വരുന്നത്. ഇത് കൂടുതലൊന്നും ഞാൻ 7ൽ അങ്ങനെ പിന്നെ റിയാലിറ്റി, നേച്ചർ, മെറ്റീരിയൽസ് റിയാലിറ്റി നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ മോണ്ടിസോറി എൻവിയോൺമെന്റ് ഒരു ലവിങ് ഏരിയ ആണ്, നറിഷിങ് ഏരിയ ആണ്, ഒരു ലവിങ് പ്ലേസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങളില്ലേ, അല്ലാതെ കൂടുതൽ ഡീറ്റെയിലേക്ക് അങ്ങനെ ഇല്ല. പിന്നെ ഫെസിലിറ്റേറ്ററുടെ ക്വാളിറ്റീസ്, പിന്നെ ക്വാളിറ്റീസ് റോൾസിനെ പറ്റി ഞാൻ അങ്ങനെ ചോദിക്കാറില്ല. ഡിപ്പെൻഡ്സ് ഫെസിലിറ്റേറ്റർ അല്ലെ. ചിലര് നല്ലൊരു റോൾ മോഡൽ ചെയ്യുന്ന ആളായിരിക്കും, ചിലർ നല്ലൊരു പ്രിപ്പയറർ ആയിരിക്കും, ചിലർ കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും. എല്ലാം കൂടെ ഒരാളിൽ വരുമ്പോൾ വരുവാണെങ്കിൽ ഏറ്റവും നല്ലത് എക്സാംപ്ലർ ആയിരിക്കും, നല്ലൊരു എക്സാമ്പിൾ ആയിരിക്കും, നല്ലൊരു റെഫറി, ആർബിട്രേറ്റർ ആയിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി എന്താ 7ൽ നിങ്ങൾക്ക് വേറെ എവിടെയാ ഡൗട്ട് ഉള്ളത്? മാം, ഈ ചാക്കോട്ടിക് ആക്ഷൻസ് എന്ന് പറഞ്ഞായിരുന്നു. chaotic action, violent actions, അഗ്രസീവ്നെസ് കാണിക്കില്ലേ കുട്ടികള്? ഇതാണ്. പിന്നെ എന്താ ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാം. റിയാലിറ്റി ആൻഡ് നേച്ചർ അതറിയാലോ. മെറ്റീരിയൽസും അത് തന്നെയാണ്, എൻവിയോൺമെന്റും അതുമായിട്ട് അതിന്റെ ഒരു കൺസെപ്റ്റിലാണ് എൻവിയോൺമെന്റും ഡിസൈൻ ചെയ്തിരിക്കുക. പിന്നെ മെറ്റീരിയൽസിന്റെ ഫണ്ടമെന്റൽ ലെസൺസിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ്. ആ 3 ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ്? പിന്നെ ഇത് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റിൽ കുട്ടി എന്തിനെയെല്ലാം റെസ്പെക്ട് ചെയ്യണം? അവനവനെ തന്നെ റെസ്പെക്ട് ചെയ്യണം, എൻവിയോൺമെന്റിനെ റെസ്പെക്ട് ചെയ്യണം, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യണം, മെറ്റീരിയൽസിനെ റെസ്പെക്ട് ചെയ്യണം. ആ എന്താ ബിൻസി? ഒന്നുമില്ല. കേട്ടില്ല. കൈ തട്ടിയിട്ട് മൈക്ക് ഓണായതാ മിസ്. ഓക്കെ ഞാൻ എന്തോ പറഞ്ഞു. അതൊക്കെയാണ് അതിൽ വരുന്നത്. റെസ്പെക്ട് ഞാൻ പലപ്പോഴും പല ബാച്ചുകൾക്കും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് ചൈൽഡ് ഷുഡ് റെസ്പെക്ട് ഡാഷ്. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ കുട്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് റെസ്പെക്ട് ചെയ്യണം, ചുറ്റുപാടുകളെ റെസ്പെക്ട് ചെയ്യണം, ചുറ്റുമുള്ള ആളുകളെ റെസ്പെക്ട് ചെയ്യണം, അവനവനെ തന്നെ റെസ്പെക്ട് ചെയ്യണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ. ഇനി 7ൽ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് പോവാം. ടേംസിലേക്ക് 3 യൂണിറ്റ്സിലേക്ക് പോവായിരുന്നു. 7 ഓക്കെ അല്ലേ? മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെയുണ്ട്. അതൊരു കുട്ടിയുടെ ഇന്നർ ഡിസിപ്ലിൻ, കോൺസെൻട്രേഷൻ, സെൽഫ് ബിലീഫ് ഇതിനെയെല്ലാം ഇംപ്രൂവ് ചെയ്യും. മറ്റുള്ളവരിലുള്ള ബിലീഫിനെ എല്ലാം ഇംപ്രൂവ് ചെയ്യും. പിന്നെ ഒരു കുട്ടിയുടെ സെൽഫ് കോൺസെൻട്രേഷൻ, കുട്ടിയുടെ റിക്വയർമെന്റ്സ് അതിനെയെല്ലാം മീറ്റ് ചെയ്യുന്ന ഒരു നറിഷിംഗ് പ്ലേസ്. നറിഷിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ഫലഭൂയിഷ്ടമായ, നമ്മൾ പറയില്ല ഒരു ചെടി നടുന്നത് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണിലാണെങ്കിൽ അത് നല്ലപോലെ അതിന് റിസൾട്ട് ഉണ്ടാവുന്നു. അതുപോലുള്ള ഒരു നറിഷിംഗ് പ്ലേസ് ആണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ്. സിമ്പിൾ ഇംഗ്ലീഷ് ആയിരിക്കും കേട്ടോ, നിങ്ങൾക്ക് അതിങ്ങനെ ബുദ്ധിമുട്ട് തോന്നില്ല. ടേം 1ഉം ടേം 2ഉം കഴിഞ്ഞപ്പോൾ അത് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാകും. വളരെ സിമ്പിൾ ഗ്രാമർ, സിമ്പിൾ ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും അതിലുണ്ടോ?
ഫ്രീഡം. യെസ്, അത് 7-ലല്ലേ? ഈ പേജ് മൊത്തം മാറിയിരിക്കുന്നതിനായി ബുദ്ധിമുട്ട്. മോണ്ടിസോറി എൻവിയോൺമെന്റ് ഫ്രീഡം എന്ന് പറയുന്നത് എന്തായിരുന്നു? What to do is right. Freedom is what to do is right. അതല്ലേ മാം? Free ഫ്രീഡം to do. വിത്ത് ലിമിറ്റ്. വി ലൈക്ക് വാട്ട് വി ഡു. ഞങ്ങൾ Yes, ma'am. ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നു, അല്ലാണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതിന് ചെയ്യുമല്ല. രണ്ട് നമ്മുടെ ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇഷ്ടമുള്ളത് തോന്നിവാസമല്ല, ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നത്. ഇഷ്ടമുള്ളത് ചെയ്യാന്നുള്ളതല്ല അവിടുത്തെ ഫ്രീഡം, ചെയ്യുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നു. അത് പലപ്പോഴും ഞാൻ ചോദിക്കും, എല്ലാ ബാച്ചിലും ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്നെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഫ്രീഡം മീൻസ് ഡാഷ്. അതൊക്കെ എനിക്കിപ്പോ ഏത് ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ തെറ്റിച്ചു എന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇതൊക്കെ ഞാൻ എൻഹാൻസ് ചെയ്ത് പറയുവാണ്. കാരണം അത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഫ്രീഡം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനത് എംഫസൈസ് ചെയ്ത് പറഞ്ഞത്. ഒരു കുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചും ഫ്രീഡം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഈവൻ 1947 ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയപ്പോഴും എന്തും ചെയ്യാന്നുള്ള ഫ്രീഡം അവിടെ ഇല്ല, അല്ലെ? നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർക്കൊരു ഡിസ്റ്റർബൻസ് ആകരുത്. എല്ലാ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് എന്ന് കരുതി ഞാൻ വലിയ ലൗഡ് സ്പീക്കറിൽ എന്റെ വീട്ടിൽ ഇരുന്ന് എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റുമോ? കാരണം അത് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യും. നമ്മൾ പറഞ്ഞു റെസ്പെക്ട് അതേഴ്സ്. ഫ്രീഡം എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നതിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. വി ലൈക്ക് വാട്ട് വി ഡു. ഇങ്ങനെ ആ ഒരു ഓപ്ഷൻ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാതിരിക്കുന്നത് നോക്കണം. വി ഡു വാട്ട് വി ലൈക്ക്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. വി ലൈക്ക് വാട്ട് വി ഡു. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അങ്ങോട്ടും ഇങ്ങോട്ടും വേർഡ്സ് മാറിയതേ ഉള്ളൂ, പക്ഷെ മീനിങ് നല്ല ഡിഫറെന്റ് ആണല്ലേ? അതൊന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നെ വേറെന്തായാലും ഇനിയിപ്പോ 10-ലേക്കാ. 7-ൽ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ ഉണ്ടോ? പ്രിപ്പയർഡ് എൻവിയോൺമെന്റിന്റെ ബേസിക് എലമെന്റ്സിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫ്രീഡം, സ്ട്രക്ചർ ആൻഡ് ഓർഡർ, റിയാലിറ്റി ആൻഡ് നേച്ചർ, ബ്യൂട്ടി ആൻഡ് അറ്റ്മോസ്ഫിയർ, മോണ്ടിസോറി മെറ്റീരിയൽ, ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ് ഒക്കെയായിരുന്നു. അതൊക്കെ നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ട് പറഞ്ഞു. എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? പറയാനുണ്ടോ? ഫ്രീഡം അറിഞ്ഞിരിക്കണം. മെറ്റീരിയൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം. മോണ്ടിസോറി ഫെസിലിറ്റേറ്ററിന്റെ ക്വാളിറ്റീസ് അറിഞ്ഞിരിക്കണം. അതൊക്കെ നോട്ട് ഫോർ ദ എക്സാം ഓൺലി, നമ്മൾ ഇനിയുള്ള നമ്മുടെ ജേർണിയിലും അതുണ്ടാവും. പിന്നെ പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് എങ്ങനെയായിരിക്കണം? ലവിങ്, നറിഷിങ് ഏരിയ ആണ്. പിന്നെ ചൈൽഡ് സൈസ്ഡ് ആണ്, ചൈൽഡ് ഫ്രണ്ട്ലി ആണ്. കുട്ടികളുടെ ഇന്നർ ഡിസിപ്ലിൻ, കോൺസെൻട്രേഷൻ, സെൽഫ് ബിലീഫ്, മ്യൂച്വൽ ബിലീഫ്, ഇതെല്ലാം. ഇതിനകത്ത് സെൽഫ് ബിലീഫ് എന്നും മ്യൂച്വൽ ബിലീഫ് എന്നും ഇതിനകത്ത് സെന്റൻസിൽ കൊടുത്തിട്ടില്ല. ബിലീഫ് ഇൻ ദംസെൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ്, നമ്മളെ തന്നെയുള്ള വിശ്വാസം. പിന്നെ അതേഴ്സ്, മ്യൂച്വലി ഉള്ള ബിലീഫ്, ഇതെല്ലാമാണ് അവിടെ ഉണ്ടാകുന്നത്. നമ്മൾ നല്ലൊരു എൻവിയോൺമെന്റിലാകുന്നത്, അല്ലെങ്കിൽ നല്ലൊരു ഗ്രൂപ്പിലാകുമ്പോൾ നമുക്ക് ഇതെല്ലാം ഉണ്ടാവില്ലേ? നമുക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ട്. നമ്മളൊരു ഗ്രൂപ്പില്, നമ്മളുടെ ഇതിനോട് ചേരുന്ന ഒരു ഗ്രൂപ്പിൽ ചേരുമ്പോൾ എന്താ, നമുക്ക് കോൺഫിഡൻസ് ആകും. നമ്മളോട് തന്നെ എനിക്കിത് പറ്റുമല്ലോ, മറ്റുള്ളവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തപ്പോൾ മറ്റുള്ളവർ നമുക്ക് ആ ഒരു വിശ്വാസം അവരോടും ഉണ്ടാകും. എന്നെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഒരാളുണ്ടല്ലോ. അതൊക്കെ തന്നെയാണ്. ആ ചെറുപ്രായത്തിലേ ഇവർക്ക് കിട്ടുക. ഇവര് വേറൊരു ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ ഇവർ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കും, അവര് സഹായിക്കും മറ്റുള്ള ആളുകളെ. മനസ്സിലായില്ലേ? ഇതാണ് ശരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ലെസൺ അങ്ങനെ ഞാൻ എടുത്തുപോയത് അതുകൊണ്ടായിരുന്നു. ഈ നമ്മള് തുടക്കത്തിൽ വായിപ്പിച്ചത് എന്തിനാന്ന് വെച്ചാൽ അത് ഞാൻ പറയാം. അതിന് കാരണം പറയാം. പേരെടുത്തൊന്നും ഞാൻ പറയൊന്നുമില്ല. എല്ലാ ബാച്ചുകളിലും 10th ഒക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികളുണ്ട്. പലരും പേഴ്സണലി പറയാറുണ്ട് ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പ്രയാസം ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ വായിക്കാനുള്ള അവസരം കൊടുക്കും. അപ്പോ ഇപ്പൊ എനിക്ക് ആ ലാംഗ്വേജ് അത്ര പിടിയില്ലെങ്കിൽ വേറൊരാൾ വായിക്കുന്ന കേൾക്കുമ്പോൾ പല വേർഡുകളും എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന്, പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകും, അല്ലെ? അപ്പൊ ഞാൻ ഒരു ഞാനൊന്ന് ട്രൈ ചെയ്യും വായിക്കാനായിട്ട്.
അങ്ങനെ ആണ് ഓരോ ബാച്ചിലെ കുട്ടികളും ഇത് തീരാറാവുമ്പോഴേക്കും ഒരു ഭയങ്കര ഫ്ലുവന്റ് ആയിരിക്കും, വായിക്കാനായിട്ട് അവർക്ക് പറ്റും. മീനിങ് അറിയില്ല എന്നുള്ളത് നമുക്ക് സിമ്പിൾ ഇംഗ്ലീഷ് മതിയല്ലോ. അവർ നല്ല രീതിയിൽ വായിക്കും, തപ്പിത്തടഞ്ഞ് വായന മാറും. ബെസ്റ്റ് എക്സാമ്പിൾസ് പല ബാച്ചിലും ഉണ്ടായിട്ടുണ്ട്. അത് ആ പകുതി എത്തുമ്പോഴേക്കും നമ്മൾ ആ റീഡ് ചെയ്യുന്ന പരിപാടി നിർത്തും. കാരണം ആവശ്യത്തിനുള്ള പ്രാക്ടീസ് കിട്ടിക്കഴിയും വായനയിൽ. അത് കിട്ടിക്കഴിഞ്ഞാൽ റീഡിങ് നമ്മൾ നിർത്തിയിട്ട് പിന്നെ നമ്മൾ ഡിസ്കഷൻ മാത്രമാവും, ഇന്ററാക്റ്റീവ് സെഷൻ. അതുകൊണ്ടാണ് ഈ ലെസൺസ് പിന്നെ അങ്ങനെ പോയത്. മനസ്സിലായോ? ആ റീഡിങ് ചെയ്യിക്കുന്നത് ആ ഒരു ചിലർക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, ചിലർക്ക് കേട്ടാ മതി മനസ്സിലാവും, ചിലര് മുന്നോട്ട് വന്ന് വായിക്കും. തേർഡ് ബാച്ചിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ചതാണ്. കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ 37 വയസ്സാണ്. ആ സമയത്ത് മൂത്ത മോൻ എഞ്ചിനീയറിംഗിന് പഠിക്കുക, 4 or 3 കുട്ടികൾ എന്തുകൊണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആള് 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടായിരുന്നു കല്യാണം കഴിക്കുമ്പോൾ. പിന്നെ തുല്യതാ പരീക്ഷ എഴുതി. ആളുടെ ഫാമിലി, ബ്രദറും പാരന്റ്സും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു പഠിക്കുന്ന കാര്യത്തില്. 10th തുല്യതാ പരീക്ഷ എഴുതി പാസ്സായി, +2 തുല്യതാ പരീക്ഷ എഴുതി പാസ്സായി. അതിനുശേഷം മോണ്ടിസോറിക്ക് ജോയിൻ ചെയ്തു. അപ്പൊ വരുമ്പോ ഇംഗ്ലീഷ് അക്ഷരം തടഞ്ഞായിരുന്നു വായിച്ചിരുന്നത്. അപ്പൊ ആ ഗ്രൂപ്പും ഭയങ്കര വൈബ്രന്റ് ആയിരുന്നു. അവര് പ്രൊമോട്ട് ചെയ്തു, ആൾക്ക് സ്പേസ് കൊടുത്തു വായിക്കാനായിട്ട്. അവിടെ കുറെ പേര് PG ഡിഗ്രി ഒക്കെ കഴിഞ്ഞവരുണ്ടായിരുന്നു. അവര് ആളെ നല്ല പോലെ ബൂസ്റ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു 3 months ആയപ്പോഴേക്കും നല്ല ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് വായിക്കാൻ തുടങ്ങി. അവർ ഫാമിലി മുഴുവൻ വന്നിട്ടുണ്ടായിരുന്നു കോൺവക്കേഷൻ. ഭയങ്കര ഹാപ്പി ആയിരുന്നു അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും. മക്കൾക്കൊരു പ്രൗഡ് ഫീൽ അല്ലേ, അമ്മ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് വന്നു, അമ്മ നല്ലപോലെ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് പറയുമ്പോൾ. ടീച്ചിങ് പ്രാക്ടീസിന് ചെന്ന സ്കൂളിലോ അവിടെ കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഭയങ്കര കാര്യമായിരുന്നു. പോയതൊരു ഗവൺമെന്റ് സ്കൂളിലാണ്, പക്ഷെ നല്ല രീതിയിൽ തന്നെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു. എന്ത് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ നല്ലൊരു ഇത് കണ്ടു. ബ്രദേഴ്സ് വന്നു കോൺവക്കേഷന്. ഇതിനെ പഠിപ്പിച്ച ഒരു ബ്രദറായിരുന്നു പഠിപ്പിക്കാനായിട്ട് എല്ലാം ചെയ്തു കൊടുത്തത്. പിന്നെ മക്കളെല്ലാരും ഈ അമ്മയുടെ കൂടെ, പിന്നെ അച്ഛനും അമ്മയും വന്നു. എനിക്ക് തോന്നുന്നു ഒരു കോൺവക്കേഷൻ ഇത്രയും പേര് ഒരാളുടെ കൂടെ വന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നു. നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പകുതി എത്തുമ്പോൾ റീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് വേണ്ടത് നിങ്ങളുടെ ഐഡിയാസ് ആണ്. ആ ഒരു ഇന്ററാക്റ്റീവ് സെഷനിലൂടെ പോകണം. അതാണ് അങ്ങനെ മാറ്റുന്നത്. ഇതേ മെത്തേഡ് തന്നെ നമുക്ക് നമ്മൾ ടീച്ച് ചെയ്യുമ്പോഴും അവിടെ അത് ശരിയാകുമെന്ന് തോന്നുവാണെങ്കിൽ ചെയ്യാം കേട്ടോ. നസ്രി എന്തെങ്കിലും പറയാനാണോ? ഓക്കെ, ഇനി 7 എന്തെങ്കിലും ഉണ്ടോ? 7 ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലിയർ ആയില്ലേ? മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഇങ്ങനെയാണ്, അവിടുത്തെ ഏരിയ എങ്ങനെയാണ്, കുട്ടികളെ എങ്ങനെയൊക്കെയാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത്, പിന്നെ ഒരു സെക്കൻഡറി ലൈഫാന്നൊക്കെ പറഞ്ഞു, പിന്നെ അവിടെ ഫ്രീഡം റെസ്പെക്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു, പിന്നെ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഫ്രീഡം എന്നുള്ളത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ചെയ്യുന്നതിന് ഇഷ്ടപ്പെടുന്നതാണ് ഫ്രീഡം, തോന്നുന്നത് ചെയ്യുന്നതല്ല നമ്മൾ പറഞ്ഞു. പിന്നെ ഫെസിലിറ്റേറ്ററുടെ ക്വാളിറ്റീസ്, അതുപോലെ തന്നെ മെറ്റീരിയൽസിന്റെ പ്രത്യേകതകൾ, അതിന്റെ ഫണ്ടമെന്റൽ ലെസൺസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്: സിംപ്ലിസിറ്റി, ബ്രിവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി. പിന്നെന്തായിരുന്നു പറഞ്ഞേ? ഇത്രയുമാണ് ശരിക്കും പറഞ്ഞ എക്സാമിന് ആ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്ററിന്റെ ക്വാളിറ്റീസ് വരെയുള്ള കാര്യങ്ങളെ ഞാൻ എക്സാമിന് കൺസിഡർ ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞുള്ളത് നിങ്ങളുടെ ഇനിയുള്ള പ്രോഗ്രസിന് വേണ്ടിയിട്ട് നിങ്ങൾ കൺസ്യൂം ചെയ്യേണ്ട കാര്യങ്ങളാണ്. എങ്ങനെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാക്കണം, എങ്ങനെ ഒരു കുട്ടിയെ ഒബ്സർവ് ചെയ്ത് അതിന്റെ കോൺസെൻട്രേഷൻ ലെവൽ മാർക്ക് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അവിടെ നിന്നും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒന്നും ഓക്കെ ഇല്ലേ? എന്തെങ്കിലുണ്ടോ? ടേംസിൽ നമുക്ക് 3 എണ്ണാണ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിച്ചത്: ഫോം, നീമി, നെബുലി അല്ലെ? അത് ആക്ച്വലി ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ രീതി അങ്ങനെയാണ്. അവർക്ക് പുതിയ പുതിയ വേർഡ്സുകൾ എടുക്കണം. അങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ എംബ്രിയോ പറഞ്ഞു. അബ്സോർബന്റ് മൈൻഡ്, സെൻസിറ്റീവ് പീരീഡ്, ഇതൊന്നും വേറൊരു അനാലിസ്റ്റുകളും ഉപയോഗിച്ച വാക്കുകളല്ല. അവർക്ക് എല്ലാത്തിനും പുതിയത് വേണം. അത് അവരുടെ ഒരു രീതിയാണ് കേട്ടോ.
അതുകൊണ്ടാണ് മോണ്ടിസോറി ടേംസ് അതിനെ സെപ്പറേറ്റ് ചെയ്ത്. ടേംസ് എന്ന് പറയുന്നത് അത് മാത്രമല്ലായിരുന്നു, അതിൽ അവർ ഉപയോഗിച്ചിരുന്ന എല്ലാം തന്നെ ടേംസ് തന്നെയാണ്. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, അബ്സോർബന്റ് മൈൻഡ്, സെൻസിറ്റീവ് പീരീഡ്, അതെല്ലാം. അഡാപ്റ്റേഷനെ കുറിച്ച് അവർ പറഞ്ഞു, സാഹചര്യങ്ങളുമായിട്ട് നല്ല രീതിയിൽ കോമ്പാറ്റബിൾ ആകണം, അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ. ഞാൻ ആ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാറുണ്ട്, അക്കോർഡിംഗ് ടു ഡോക്ടർ മറിയ മോണ്ടിസോറി വാട്ട് ഇസ് മെൻ ബൈ അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ? സെയിം മീനിങ് തന്നെയാണ്. അപ്പോ അങ്ങനെയൊന്നും ടെക്സ്റ്റിലില്ല, പക്ഷെ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മൾ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്ക് നിർബന്ധിതമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെ, ഇഷ്ടത്തോടെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ഡോക്ടർ മറിയ മോണ്ടിസോറി അഡാപ്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഇഷ്ടത്തോടുകൂടി അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ലൈക്ക്, അങ്ങനെയാണ് ഞാൻ അതിന്റെ ഓപ്ഷൻ ഇടാറ്. അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ലൈക്ക്, അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ഡിസ്ലൈക്ക് ആകാം അല്ലെ, ഇഷ്ടമില്ലാതെ സഹികെട്ട്, അതൊരു അഡാപ്ഷൻ അല്ല, അത് ഡെവലപ്മെന്റിനെ ഒട്ടും ഹെൽപ്പ് ചെയ്യില്ല. ഇത് സന്തോഷത്തോടു കൂടിയുള്ള അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ് നമ്മൾ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന പൊരുത്തപ്പെടുക അല്ലെ അഡാപ്ഷൻ. അത് പറഞ്ഞു, അവിടെയല്ല എൻഗ്രാം വന്നത്. ഈ മോണ്ടിസോറി ടേംസ് ഉള്ള യൂണിറ്റ് 10 കുറെയൊക്കെ സൈക്കോളജിയുമായിട്ട് കണക്റ്റഡ് ആണ് ശരിക്കും പറഞ്ഞത്. നമ്മുടെ മനസ്സിന്റെ ചില ഫോർമേഷൻ അതാണ്. കുട്ടികളുടെ നമുക്കറിയാം, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ ഗൈഡ് ചെയ്യുന്ന എന്തോ ഒരു ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് പലതും നമ്മൾ ചെയ്യുന്നത് അല്ലെ. ഇപ്പോ എന്താ പറയുക, എക്സാമ്പിൾ എന്താ പറയാ, നമുക്കിപ്പോ ഒരു ബുക്ക് വായിക്കണം, ചുമ്മാ ഒരു ദിവസം ഇത്ര മണിക്ക് ആ ബുക്ക് വായിക്കും എന്ന് അങ്ങനെ ടൈം ടേബിൾ ഇട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയല്ല, നമുക്ക് തോന്നുന്നു ഒരു ബുക്ക് പോയി വായിച്ചാലോ, അല്ലെങ്കിൽ കുറച്ചു നേരം ഒന്ന് എഴുതിയാലോ. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ആരോ ഗൈഡ് ചെയ്യുന്നതാണ്. ഇത് കുട്ടികൾക്ക് ചെറുപ്പത്തിലേ ആ ഒരു ഗൈഡ് ചെയ്യുന്നുണ്ട്, സം ഫോഴ്സ്. ആ ഒരു ഫോഴ്സ് ആണ് നമ്മളെ ഇങ്ങനെ ഗൈഡ് ചെയ്യുന്നത്. ഡു ദിസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് പുറത്തു പോയിട്ട് വരാം. സോ സംബഡി ഈസ് നമ്മളെ പുഷ് ചെയ്യും, പുറത്തു പോയിട്ട് വരും. അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പേപ്പർ വായിച്ചപ്പോൾ ഒരു ഇന്റർവ്യൂന്റെ ഒരു ഇത് കാണുന്നു, ഇത് അറ്റൻഡ് ചെയ്താലോ, നമ്മുടെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ നമുക്കൊരു ഫീൽ ഇല്ലേ. ദാറ്റ് ഇസ് ഹോം. അതാണ് ഹോം എന്ന് പറയുന്നത്. പിന്നെ ഈ ഉള്ളിൽ നിന്ന് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് തന്നെയാണ് അല്ലേ. അത് ബ്രെയിനിൽ നിന്ന് വരുന്ന സിഗ്നൽസ് ആണല്ലോ നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്. ദാറ്റ് മീൻസ് ബ്രെയിൻ എന്ന് പറഞ്ഞ മെമ്മറിയാണ്. അപ്പൊ ഒരു മെമ്മറിയാണ് ഇങ്ങനെ ഒരു സിഗ്നൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആ മെമ്മറിയാണ് നീമി എന്ന് പറയുന്നത്. ഹോമിനെ ഈ ആളെ ഇത് ചെയ്യിക്കൂ എന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്ന മെമ്മറിയാണ് നീമി എന്ന് പറയുന്നത്. ആ നീമി എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. ഫ്ലോറയിലുമുണ്ട്, ഫോണയിലുമുണ്ട്. എന്താ ഫ്ലോറ? പ്ലാന്റ് ലൈഫ് അല്ലെ. പ്ലാന്റിന്റെ ലൈഫിനെ നമ്മൾ ഒരു എല്ലാത്തിനെയും കൂടി ചേർത്ത് പറയുന്നതാണ് ഫ്ലോറ. ഫോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമൽ ലൈഫ്, ഹ്യൂമൻ ബീയിങ്ങും അനിമലും രണ്ടിലും ഉണ്ട്. ആ നീമി തന്നെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മൈൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നീമി, മറ്റേത് സ്ട്രക്ചറുമായിട്ട് നമ്മുടെ ഫിസിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നീമി. അത് ഒരെണ്ണം മൈൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഈ സ്ട്രക്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നീമി എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. പക്ഷെ മൈൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നീമി മനുഷ്യരിലും അനിമൽസിലും മാത്രമേ ഉള്ളൂ. പ്ലാന്റ്സിലില്ല. സൈക്കിക് നീമി എന്ന് പറയും. ഇനി അപ്പൊ ഇങ്ങനെ രണ്ട് കാറ്റഗറികൾ. ഇനി ഇതുപോലെ തന്നെ പ്ലാന്റ്സിൽ അങ്ങനെ ഒരു ഫിസിക്കൽ നീമി ഉള്ളത് കൊണ്ടാണ് പ്ലാന്റ് പലപ്പോഴും പൂവിടുന്നതും കായിടുന്നതും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് അതിനൊരു റെസ്പോൺസ് ഉണ്ടാകാറുണ്ട്. പലപ്പോഴും നിറയെ ആളുകളുള്ള സ്ഥലത്ത് നിറയെ പൂക്കളും കായകളും ഉണ്ട്.
നമ്മൾ എന്തെങ്കിലും അതിനോട് ഇങ്ങനെ പറയുമ്പോഴേക്കും അതിനനുസരിച്ച് അതിന്റെ റെസ്പോൺസ് ഉണ്ടാകാറുണ്ട്. ക്ലാസ്സിൽ പലരും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ചെടി നിറയെ പൂവുണ്ടാകണ അടുത്തുനിന്ന് അതിന്റെ ഒരു കൊമ്പ് കൊണ്ടെന്ന് നട്ടതാ, വർഷങ്ങളായിട്ട് അതിൽ ഒറ്റ പൂ പോലും ഉണ്ടാകുന്നില്ല. ദേഷ്യം ഒന്നും പോയി പരിപാലിക്കുന്നതല്ലേ. നമ്മുടെ 13 ബാച്ചിൽ ഒരു കുട്ടി ഷെയർ ചെയ്തു, ഇനി പൂവുണ്ടായാലും ഞാൻ വെട്ടിക്കളയുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അതിന് നിറയെ മൊട്ടായി, ഫുൾ പൂവായി എന്ന് പറയാം, നിറയെ പൂക്കളുണ്ടായി. അത് ഇവർക്ക് നീമി ഉള്ളത് കൊണ്ടാണ്, അവർ സെൻസ് ചെയ്യുന്നു അത്. എനിക്ക് എന്റെ വീട്ടിലെ 2 തെങ്ങിലും വാഴയിലും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. മിസ്സേ, നമ്മുടെ ഇവിടെ ഒരു കണിക്കൊന്ന ഉണ്ടായിരുന്നു, അത് പൂക്കത്തേ ഇല്ലായിരുന്നു. കഴിഞ്ഞ തവണ നമ്മളിങ്ങനെ ചോദിച്ചു എന്നിട്ട് പറഞ്ഞു ഇപ്രാവശ്യം ഇത് വെട്ടിക്കളയും, അതുകൊണ്ട് ഇത് പൂക്കുന്നില്ലല്ലോ, ഇത്രയും നാളായിട്ട് ഇത് പൂക്കുന്നില്ല, അടുത്തെല്ലാം പൂക്കുന്നുണ്ട്, പക്ഷെ നമ്മളിവിടെ പൂക്കുന്നില്ല, അപ്പൊ അത് വെട്ടിക്കളയെന്ന് ചോദിച്ചെന്ന് ചുമ്മാ ഒന്ന് പറഞ്ഞു നമ്മൾ വെട്ടിക്കളയാൻ, ഇനിയിപ്പൊ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ, അത് പൂക്കുന്നല്ല, അത് ആണാന്ന് പറഞ്ഞു നമ്മള്. എന്നിട്ട് അത് ഞങ്ങളിത് ഈ കഴിഞ്ഞ വിഷുവിന് തലേദിവസം നോക്കുമ്പോഴേക്കും അതിനകത്ത് നിറച്ച് മുട്ടായി. നമ്മൾ ആ പറഞ്ഞ സമയത്തൊന്നും ഇല്ലായിരുന്നു, അതിന് ശേഷം അതിനകത്ത് നിറച്ച് മുട്ടായി. നമുക്ക് അന്ന് പൂവെടുക്കാൻ പറ്റില്ല, പക്ഷെ അടുത്ത പ്രാവശ്യം ഇഷ്ടം പോലെ ആവും. പിന്നെ വെട്ടിയില്ല, അതുകൊണ്ട് വെട്ടിയില്ല. ഓക്കെ. ഡെവലപ്മെന്റ് പറയേണ്ട കാര്യമില്ലല്ലോ, കാരണം പാർട്ട് 2 നിങ്ങൾ ഡെവലപ്മെന്റ് ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. പിന്നെ എഡ്യൂക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, വൺ സെൽഫിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് എഡ്യൂക്കേഷനും അതിന്റെ പ്രിപ്പറേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലാതെ സൊസൈറ്റിയിലേക്ക് കുറെ മെഷീനെ ഉണ്ടാക്കി വിടുകയല്ല. നമ്മളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ട് പുറത്തിറങ്ങുന്നു, സൊസൈറ്റിക്ക് വേണ്ടുന്നത് നമ്മുടെ രീതിക്ക് അനുസരിച്ച് നമ്മൾ സെർവ് ചെയ്തു കൊടുക്കുന്നു. അല്ലാതെ സൊസൈറ്റിയുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ട അതല്ല എഡ്യൂക്കേഷൻ എന്നുള്ള പ്രോസസ്. ആ രീതിയിൽ ആളുകളെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ് അല്ല എഡ്യൂക്കേഷൻ. ഒരു കുട്ടിയുടെ ഒരു ഇൻഡിവിജ്വലിന്റെ എല്ലാ ഡെവലപ്മെന്റും സൊസൈറ്റി എഡ്യൂക്കേഷനുമായിട്ട് കണക്റ്റഡ് ആണ്. ഹോം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഹോമുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ നീമി പറഞ്ഞു. ഈ ഹോമിന് എലാൻ വിറ്റാൽ എന്ന് ഒരു ഫ്രഞ്ചിന് പറഞ്ഞിരുന്നു വൈറ്റൽ ഫോഴ്സ്, ലൈഫ് ഇമ്പൾസ്. പക്ഷെ ഡോക്ടർ മോണ്ടിസോറി അതിനെ ഹോം എന്നുള്ള പേരിട്ട് വിളിച്ചു. ഫ്രഞ്ച് ഒരു ഫിലോസഫർ അതിനെ എലാൻ വിറ്റാൽ എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ മോണ്ടിസോറി സെയിം ഫോഴ്സിനെ ഹോം എന്ന് പറഞ്ഞു. അവർക്ക് വേറൊരാൾ ഉപയോഗിക്കുന്ന ഒരു ടേമിനോട് താല്പര്യമില്ല, അതുകൊണ്ടാണ് അവർ പുതിയത് കണ്ടുപിടിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് അവരത് പറഞ്ഞത്. കാരണം ഹോർമോൺസ് എന്താ നമ്മൾ ചെയ്യുന്നത്, നമ്മളെ പല കാര്യങ്ങളും ചെയ്യിക്കുന്ന ഒന്നാണല്ലേ ഹോർമോൺസ്. അത് ട്രിഗർ ചെയ്യും ചില സമയത്ത് ചില ഹോർമോൺസ്, അപ്പോഴാണ് നമ്മുടെ ബോഡിയിൽ പല ഫങ്ഷൻസ് നടക്കുന്നത്, പല ചേഞ്ചസ് നടക്കുന്നത്. പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. കുട്ടികൾ അഗ്രസീവ്നെസ് കാണിക്കുന്നു ചില സമയത്ത്. ഈ ഫോഴ്സിന്റെ ചെറിയ കുട്ടികളിൽ ഈ എനർജിയും ഫോഴ്സും ഒക്കെ ഒരു ഡിസോർഡർ ആയിരിക്കും, ക്രൗഡഡ് ആയിരിക്കും. അതാണ് ചില കുട്ടികൾ അഗ്രസീവ്നെസ് കാണിക്കുന്നത്. ചില കുട്ടികൾക്ക് ചില ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത്, ADHD പോലുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നത്. അതൊരു പ്രശ്നമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ കുട്ടികളുടെ ബ്രെയിൻ അങ്ങനെയാണ് ഫോം ചെയ്തേക്കുന്നത്. അപ്പൊ ആ കുട്ടികളെ നമ്മള് പഠിപ്പിക്കുമ്പോൾ അവരുടെ രീതിക്ക് അനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യണം, മെത്തേഡ് മാറ്റണം. സാധാരണ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന പോലെ തന്നെ ആ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ഒട്ടും അവർക്ക് കിട്ടില്ല. അപ്പൊ ആ കുട്ടിയുടെ രീതി അനുസരിച്ച് നമ്മൾ അതിനെ മാറ്റിയെടുക്കണം. ടീച്ചറിന്റെ കഴിവാണ്. ഹോം എന്ന് പറയുന്നത് ഒരു വൈറ്റൽ എനർജിയാണ്, ഒരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു വൈറ്റൽ എനർജിയാണ്. ഇതിന്റെ ജസ്റ്റ് ആ കറക്റ്റ് അതിന്റെ എക്സാക്ട് മീനിങ് വരുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റോട് കൂടിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. നിങ്ങൾക്ക് ഓൾറെഡി മോക്ക് ടെസ്റ്റിൽ അത് കിട്ടിയിട്ടുണ്ട്, അല്ലാതെ അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അതിനകത്ത് ചോദിക്കാറില്ല. അപ്പൊ ഈ ഒരു ഫോഴ്സ് നമ്മൾ പറഞ്ഞു, മനുഷ്യൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം ഈ ഇന്നർ ഗൈഡ് നമ്മളിൽ ഉണ്ടാകും അല്ലെ. എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഇന്നർ ഗൈഡാണ്. ഓൺലി ഡെത്ത് ക്യാൻ സ്റ്റോപ്പ് ഹോം.
മരണം മാത്രമാണ് ആ ഒരു ഫോഴ്സിനെ നിർത്താനായിട്ട് പറ്റുള്ളൂ, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടികളിൽ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്രൗഡഡ് ആയിട്ടോ അവിടെ ഇവിടെയായിട്ട് ഒരു ഓർഡർ ഇല്ലാത്ത ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പല ആക്ടിവിറ്റീസും അവർ ചെയ്യുമ്പോൾ അത് വളരെ ഡിഫറെന്റ് ആയിട്ട് പോകുന്നത്. അപ്പൊ അഡൽട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് ചിലപ്പോൾ ദേഷ്യം വരുമായിരിക്കും, എന്താ ഇവൻ കാണിക്കണായിരിക്കും, ഈ കുട്ടി എന്താ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ. പക്ഷെ അവരത് പലതവണ ചെയ്ത് ഇവരുടെ ഈ എനർജി സോഴ്സസ് എല്ലാം കൂടെ നല്ല രീതിയിൽ ഫോം ചെയ്യുമ്പോൾ അവർക്ക് കറക്റ്റ് ആ ആക്ഷന്റെ കൺട്രോൾ കിട്ടും. അതാണ് നമ്മൾ പറഞ്ഞത്, കുട്ടി പടം വരയ്ക്കാൻ ഇരിക്കുമ്പോൾ ഇവൻ ആദ്യം ഔട്ട്ലൈനിൽ നിന്ന് പുറത്തേക്കൊക്കെ പോവുമായിരിക്കും. പക്ഷെ അവന് ചാൻസസ് നമ്മൾ വീണ്ടും കൊടുക്കുമ്പോൾ അവനത് കറക്റ്റ് ആവും. പലതവണ അത് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഫോഴ്സസ് കറക്റ്റ് ആയിട്ട് ഇവനെ ആക്ഷൻ ചെയ്യിക്കുള്ളൂ. നമ്മൾ അവനെ തടസ്സപ്പെടുത്തുമോ, നീ ചെയ്താൽ ശരിയാകില്ല, കുട്ടിക്ക് ഒരു വർക്ക് ഉണ്ട് എന്ന് വിചാരിക്കുക, സ്കൂളിൽ നിന്ന് ടീച്ചർ ചാർട്ട് പേപ്പറിൽ ഇത് പ്രിപ്പയർ ചെയ്തോണ്ട് നീ ചെയ്താൽ നീറ്റ് ആവില്ല എന്ന് പറഞ്ഞിരുന്ന ചെയ്യുന്നത് അമ്മയായാലും എന്ത് ചെയ്യും? കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നത് കുട്ടി തന്നെ ചെയ്യട്ടെ, അല്ലാത്തത് നമ്മൾ സപ്പോർട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അവിടെ ആ കുട്ടിയുടെ എന്താ പറയാ, കുട്ടി എന്താണോ എക്സ്പ്രസീവ് ആയിട്ട് കാണിക്കേണ്ടിയിരുന്നത് അത് റിസൾട്ട് പുറത്തേക്ക് വരുന്നില്ല. ചെയ്തത് മുഴുവൻ അമ്മ അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിലോ. ഇവിടെ മോൻ ഇങ്ങനെ ചെറിയ ക്ലാസ്സിൽ ഇത് ചാർട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും ശരിയായിട്ടൊന്നും വന്നില്ല, പക്ഷെ ഞാൻ അവനെ കൊണ്ട് തന്നെ ചെയ്യിക്കുമായിരുന്നു. ഒരിക്കൽ പോലും ടീച്ചർ അത് ചോദിച്ചിട്ടില്ല. അവനെ കൊണ്ട് തന്നെ ചെയ്യിക്കുമ്പോ അവൻ അതിൽ ഭയങ്കര ചെയ്ത് അവന് കറക്റ്റ് എത്ര വലിപ്പത്തില് ആദ്യമൊക്കെ ചെറുതായിട്ട് ചാർട്ട് പേപ്പർ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം, വലുതായിട്ട് എഴുതും അല്ലെ. ആദ്യം അവൻ അത്രയും വലിപ്പത്തിൽ വരുന്നില്ല, ചെറിയ അക്ഷരം. പിന്നെ പതുക്കെ വലുതായി കറക്റ്റ് ആ പേപ്പറിന്റെ സൈസിനനുസരിച്ച് ആള് നല്ല രീതിയിൽ. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്തു കൊടുത്തു, ഈ 2 ലൈൻ പോലെ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ വര വരച്ചു, അങ്ങനെ അതിന്റെ ഉള്ളിലായിട്ട് എഴുതാൻ പറഞ്ഞു. അല്ലാണ്ട് നീ ചെയ്തത് ചെറുതായി പോയി ഇങ്ങനെ കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുട്ടി അവിടെ നിർത്തിയേ. ഇങ്ങനെ ലൈൻ വരച്ചു കൊടുത്തു, ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ആൾക്കത് വലുതായി വന്നു. നമ്മൾ അങ്ങനെ ഇങ്ങനെ എന്താണോ കുട്ടിയില് റിസൾട്ട് ഉണ്ടാക്കേണ്ടത് ആ രീതിയിൽ അനുസരിച്ച് നമ്മളൊന്ന് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കണം കൊടുക്കുന്നത്. അത് ചിലപ്പോൾ ഒരു കുട്ടിയിൽ ഒരു മെത്തേഡായിരിക്കും, വേറൊരു കുട്ടിയിൽ വേറൊരു മെത്തേഡായിരിക്കും. സോ ഒരു ടയറിങ് ആൻഡ് സ്ട്രെസ്ഫുൾ ജോബ് തന്നെയാണ് ടീച്ചർ ജോബ് എന്ന് പറയുന്നത്. പക്ഷേ എൻഡ് ഓഫ് ദ റിസൾട്ടോ ഇൻക്രെഡിബിളി നല്ലതായിരിക്കും. ഈ ഹോം ഉള്ളത് കൊണ്ടാണ് കുട്ടികൾ ആദ്യം നമ്മളുടെ ഉള്ളിൽ എന്താ പെർഫെക്ഷൻ, നമ്മൾ ഓൾറെഡി നമ്മളുടെ ഡെവലപ്മെന്റിന്റെ പീക്കിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ കുട്ടിയും അതുപോലെ നമ്മൾ എക്സ്പെക്ടേഷൻ ആണ് കുട്ടി അതുപോലെ ചെയ്യണം. അവൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അവന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അത് പലയിടത്തും പ്രോഗ്രസീവ് ആകാനുണ്ടല്ലേ. അപ്പൊ അതങ്ങനെ ആയി അപ്പൊ അതിനുള്ള സ്പേസും ടൈമും നമ്മൾ കൊടുത്താലേ അവനിവിടെ പ്രോഗ്രസീവ് ആവുള്ളൂ. അപ്പൊ അത് കറക്റ്റ് ശ്രദ്ധിച്ച് കൊടുക്കണം. നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഇതുകൊണ്ട് നമുക്ക് പലപ്പോഴും സമയം തികയാതെ വരുന്നു. പോർഷൻസ് തീർക്കണതിന്റെ പുറകിലേക്ക് പോകും ടീച്ചേഴ്സ്. അതാണ് ഒരു പ്രശ്നം പറ്റുന്നത്. അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. പലതും പരീക്ഷണാർത്ഥമൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ റിസ്ക് അപ്ലൈ ചെയ്യുന്ന രീതി ശരിയാകാനിട്ടോ റിസൾട്ട് ശരിയായിട്ട് എന്നറിയില്ല. എല്ലാരും ഒരുപോലെ റിസ്ക് എടുക്കുന്നില്ല മാം, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പം ഹോം അതായിരുന്നു നമ്മുടെ ഒരു ഇന്റർ ഗൈഡ് ആണ്. നമ്മളെ ഒരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് കൊടുക്കുന്ന ഒരു ഫോഴ്സ്. നമുക്ക് ഓൾറെഡി അറിയാം, ബ്രെയിൻ ആണ് നമ്മളെ സിഗ്നൽസ് വരുന്നുണ്ട്. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് വിത്ത് മെമ്മറി. നമ്മൾ പറഞ്ഞു നീമിയുടെ കാര്യം. നീമി എന്ന് പറയുന്നത് ഒരു ജനറ്റിക് മെമ്മറിയാണ്. നമ്മൾ ജനിക്കുമ്പോ തന്നെ നമുക്ക് അത് ജനറ്റിക് ആയിട്ട് കിട്ടുന്ന ഒരു മെമ്മറിയാണ്. ആ നീമി തന്നെ രണ്ടായിട്ട് കോൺഷ്യസും ഉണ്ട് അൺകോൺഷ്യസും ഉണ്ട്. ഇത്ര ഏജ് വരെ അൺകോൺഷ്യസ് ആയിരിക്കും, 3 വയസ്സ് വരെ. അത് കഴിയുമ്പോൾ മെമ്മറി ഷാർപ്പാകുകയാണ്, കൂടുതൽ ഷാർപ്പാകുക. അപ്പൊ അത് കോൺഷ്യസ് മെമ്മറി ആയിട്ട് വരും. അപ്പൊ കുട്ടി ഈ മെമ്മറി യൂസ് ചെയ്തിട്ടാണ് ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ കണ്ട് കേട്ട് മനസ്സിലാക്കി അതിനെ അങ്ങനെ തന്നെ അബ്സോർബ് ചെയ്യാം. നമ്മൾ പറഞ്ഞിരുന്നു കുട്ടിയുടെ മൈൻഡ് അബ്സോർബൻ മൈൻഡ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ചുറ്റുപാടും കാണുന്നതിനെ മുഴുവനും അബ്സോർബ് ചെയ്യും. ഇതൊക്കെ അവന്റെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുവാണ്.
രജിസ്റ്റർ ആവുകയാണ്. നല്ല ഓർമ്മയായിരിക്കും. പിന്നെ ഈ സെയിം ആക്ഷൻ അവൻ വേറൊരു ദിവസം ചെയ്യുമ്പോൾ ഈ മെമ്മറീനെ റീകളക്ട് ചെയ്തിട്ടാണ് അവൻ ആ ആക്ഷൻ ചെയ്യുന്നത്. നമ്മൾ എക്സാമിന് പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ലേൺ ചെയ്യുന്നു, അതിങ്ങനെ നമ്മൾ നല്ല തറവാക്കുന്നു, പരീക്ഷയ്ക്ക് പേപ്പറിൽ എഴുതുമ്പോൾ ഓർത്തെടുത്ത് നമ്മൾ എഴുതുക. റീകളക്ഷൻ ഏതൊരു സ്റ്റേജിലും വരുന്നുണ്ട്. അതിനെ റിട്രീവ് ചെയ്തിട്ട് ആണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. തലേ ദിവസം അവൻ ഒരു ആക്ഷൻ ചെയ്തു, അത് കുറച്ച് പ്രശ്നങ്ങൾ വന്നത് അവൻ മനസ്സിലാക്കി, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ പ്രശ്നം വരുന്നത്. പിറ്റേ ദിവസം സെയിം ആക്ഷൻ വരുമ്പോൾ തലേ ദിവസത്തെ പ്രശ്നങ്ങൾ അവൻ റെക്ടിഫൈ ചെയ്തിട്ടായിരിക്കും അത് ചെയ്യാൻ നോക്കുന്നത്. ഷൂ ലേസ് തന്നെ കെട്ടിപ്പോയി, പോണ വഴിക്ക് അത് ലൂസായിരുന്നു, അത് അഴിഞ്ഞുപോയി, ബുദ്ധിമുട്ടായി. പിറ്റേ ദിവസം ഷൂ കെട്ടുമ്പോൾ അവൻ അത് നല്ല ടൈറ്റ് ആയിട്ട് കിട്ടും, കാരണം തലേ ദിവസത്തെ ഓർമ്മയിട്ട്. ഇതാണ് നീമിയുടെ ഒരു ഗുണം. കോൺഷ്യസ് മെമ്മറി ആകുമ്പോൾ അവർക്ക് നല്ല ഓർമ്മയുണ്ടാവും. അവരൊരു ചെയ്ത പ്രവൃത്തി വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ നേരത്തെ അനുഭവത്തിൽ നിന്നായിരിക്കും, ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും അവര് അടുത്ത പ്രാവശ്യം അത് ചെയ്യാൻ പോകുന്നത്. അത് നമ്മളെല്ലാരും അങ്ങനെ തന്നെയല്ലേ. ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ള കാര്യം വീണ്ടും നമ്മൾ ചെയ്യുമ്പോൾ അന്നുണ്ടായ പ്രശ്നങ്ങളെ നമ്മൾ ഓർക്കും, അതിനനുസരിച്ച് നമ്മളത് ചെയ്യും. ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോൾ ആൾ ഇങ്ങനെയായിരുന്നു റിയാക്ട് ചെയ്തത്, അപ്പൊ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എന്ന് നമുക്കൊരു തോന്നലുണ്ടാവില്ലേ. മാമിന് കോൾഡ് ആണോ? എന്താണെന്നറിയില്ല, എനിക്ക് ബ്രീത്തിങ് ട്രബിൾ കുറച്ചുണ്ടേ. അപ്പം കുറെ നാളായി തുടങ്ങിയിട്ട് ഈ ലങ്സിനും ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. കുറെ നേരം സംസാരിക്കുമ്പോ എനിക്ക് എന്റെ ശബ്ദമാണ് എന്തൊക്കെയാണോ ഒന്ന് പോയി ചെക്കപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും, പോവാൻ സമയം കണ്ടെത്താറുണ്ട്. ആ പനി കഴിഞ്ഞപ്പോഴാണ് അത് കൂടിയത്. പനി വന്ന് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നില്ലേ, ആ ടൈമിലാണ് കൂടി ഈ പ്രോബ്ലം കൂടി തുടങ്ങി. എന്റെ ബോഡി അങ്ങ് കഫം ആയി കഴിഞ്ഞു. നമ്മുടെ ബോഡിക്ക് ഓരോ സ്റ്റേറ്റ് ഉണ്ടല്ലോ, ചിലരുടെ അത് കഫമായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഫം ഉള്ള ബോഡിയായി മാറിയോന്ന് ഒരു ഡൗട്ട്. നമ്മള് ചെറിയ പ്രായത്തിൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ബോഡി സ്വയം കണ്ടീഷൻഡ് ആകും അല്ലെ. പക്ഷെ ഏജ് കൂടുന്തോറും ആ ഒരു സെൽഫ് കണ്ടീഷനിങ് നടക്കില്ല. ഓക്കെ, അപ്പൊ നീമി അതായിരുന്നു. നീമി കോൺഷ്യസും ഉണ്ട് അൺകോൺഷ്യസും ഉണ്ട്. അത് കൂടാതെ കാറ്റഗറൈസ് ചെയ്തതായിരുന്നു ഫിസിക്കൽ ആയിട്ടുള്ള നീമി, സൈക്കിക് അതായത് മൈൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നീമി. നീമി എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടെന്ന് പറഞ്ഞു, പ്ലാന്റ് ലൈഫിലും അനിമൽ ലൈഫിലും ഫ്ലോറയിലും ഫോണയിലും. അതിൽ പ്ലാന്റ് ലൈഫില് ഫിസിക്കൽ ആയിട്ടുള്ള നീമി മാത്രമേ ഉള്ളൂ. മൈൻഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള നീമി അനിമൽസിലും അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്ങിലേ ഉള്ളൂ. ഇനി ഈ നീമിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് നമ്മളുടെ ഇൻസ്റ്റിങ്ക്റ്റ്, അതായത് ഇൻബോൺ പാറ്റേൺ. എല്ലാവരുടെ ഉള്ളിലും ജനിക്കുമ്പോൾ തന്നെ ഒരു ഇൻബോൺ പാറ്റേൺ ഉണ്ടായിരിക്കും. അപ്പൊ അതിന് ഇൻസ്റ്റിങ്ക്റ്റ് എന്നാണ് പറയുന്നത്. അത് അനിമൽസിലും ഹ്യൂമൻ ബീയിങ്ങിലും ഒരുപോലെയല്ല. അനിമൽസിലെ ഇൻസ്റ്റിങ്ക്റ്റ് ജനിക്കുമ്പോഴേ ഡെവലപ്പ് ആകും, ഹ്യൂമൻസിലെ ഇൻസ്റ്റിങ്ക്റ്റ് ജനിക്കുമ്പോൾ ഡെവലപ്പ് ആകില്ല, സമയമെടുത്താണ് ഡെവലപ്പ് ആകുന്നത്. സമയമെടുത്ത് ഡെവലപ്പ് ആകുന്നു. പക്ഷെ അനിമൽസിന്റെ ഒരു വ്യത്യാസമുണ്ട്, ആ ഡെവലപ്മെന്റ് ജനിക്കുമ്പോൾ തന്നെ അങ്ങ് ഡെവലപ്പായി അത് കഴിഞ്ഞു. പക്ഷെ നമ്മൾക്ക് എത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കുന്നു അതുവരെ നമ്മളുടെ ഈ ഒരു ഡെവലപ്മെന്റ് സ്റ്റോപ്പ് ആവുന്നില്ല. ഹോം എന്നുള്ള ഫോഴ്സ് നമ്മൾ പറഞ്ഞു, ഡെത്താണ് അതിനെ സ്റ്റോപ്പ് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ പൊട്ടൻഷ്യൽ, ഇപ്പൊ നിങ്ങള് ഒരു പുതിയൊരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റും, പഠിച്ചു കഴിഞ്ഞാൽ ആ ലാംഗ്വേജ് അറിയാമെന്നുള്ളത് നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യലാണ്. ഒരു 22 ബാച്ചിൽ ഒരു കുട്ടി ഷെയർ ചെയ്യുമായിരുന്നു, അതിന്റെ അച്ഛന് 9th ഫെയിലാണ്, 10th പാസ്സായിട്ടില്ല, 14 ലാംഗ്വേജ് അറിയാം. അപ്പൊ എത്ര പൊട്ടൻഷ്യൽ ഉള്ള മനുഷ്യനാണ്. 14 ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഉൾപ്പെടെ 14 ലാംഗ്വേജ് അറിയാം. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, അങ്ങനെ
പോർച്ചുഗീസുകാർ പറയുന്ന വേറെന്തോ ഒരു ലാംഗ്വേജ്, അങ്ങനെ എന്തൊക്കെയൊക്കെ ആയിട്ട് 14 ലാംഗ്വേജ് ഒക്കെ. അതൊക്കെ ഓരോ മനുഷ്യന്റെ പൊട്ടൻഷ്യലാണ്. ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് ചിലർക്ക് വളരെ ഈസി ആയിട്ട് പറ്റും, ചിലരെ കൊണ്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഒരു രണ്ട് ലാംഗ്വേജിലൊക്കെ ഒതുങ്ങും, അല്ലെങ്കിൽ 3 ലാംഗ്വേജിൽ ഒതുങ്ങുമായിരിക്കും. ചിലര് കാൽക്കുലേഷൻസിലായിരിക്കും. അതൊക്കെ ഓരോ മനുഷ്യരുടെ പൊട്ടൻഷ്യൽ, നമ്മളുടെ ഇന്റലിജൻസ് അനുസരിച്ചാണ് ആ പൊട്ടൻഷ്യൽ വരുന്നത്. ചിലര് ഡാൻസിലായിരിക്കും ആ പൊട്ടൻഷ്യൽ കാണിക്കുന്നത്, ചിലർക്ക് പാട്ടിലായിരിക്കും ആ പൊട്ടൻഷ്യൽ ഉണ്ടാവും, ചിലർക്ക് കരവിരുതുകൾ, ശില്പങ്ങൾ ഉണ്ടാക്കുക, സ്കൾപ്ചേഴ്സ് ഒക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിലായിരിക്കും അതെന്ത് ഇങ്ങനെ മൗൾഡ് ചെയ്യാൻ പറ്റുന്ന എന്ത് സാധനം കിട്ടിയാലും അവരെന്തെങ്കിലും ഒരു രൂപം ഉണ്ടാകും. ചിലർക്ക് കൊത്തുപണിയിലായിരിക്കും, കല്ലിലായിരിക്കും, മരത്തിലായിരിക്കും, ചിലർ എഴുതുന്നതിലായിരിക്കും, ചിലർ സംസാരിക്കുന്നതിലായിരിക്കും. അത് ആ പൊട്ടൻഷ്യൽ ഒന്നും ഒരു കാലത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ മരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിന്റെ കണ്ടീഷൻ മാറണം, ഓർമ്മക്കുറവ് അങ്ങനെ വരണം. ഓർമ്മ ഇല്ലാണ്ടാവുക, ഓർമ്മയ്ക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എന്തായിരുന്നു അതൊക്കെ മറന്നു പോകുന്നത്. അത് വേറൊരു കണ്ടീഷൻ. അതല്ല എങ്കിൽ നമ്മൾ മരിക്കുന്നവരെ നമ്മളുടെ പൊട്ടൻഷ്യൽ അല്ലേ പറയണ്ടേ, മരിക്കുന്നവരെ നിങ്ങൾക്ക് പഠിക്കാം. ഇത് കോർട്ടിലൊക്കെ എന്താ പറയുക, വീൽ ചെയറിലൊക്കെ വന്ന് കേസ് നടത്തുന്ന പ്രായമായ വക്കീലന്മാരെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. കിടന്നുകൊണ്ട് തന്നെ വേണമെങ്കിൽ കേസ് നടത്താന്നാണ് പറയുന്നത് വക്കീലന്മാർക്ക്. അത് നമ്മുടെ പൊട്ടൻഷ്യൽ, അതാണ് മനുഷ്യന്റെ പൊട്ടൻഷ്യലും അനിമലിന്റെ പൊട്ടൻഷ്യലും തമ്മിലുള്ള വ്യത്യാസം. ആകെ അനിമലിന്റെ പൊട്ടൻഷ്യൽ ജനിക്കുമ്പോഴേ ഡെവലപ്പ് ആവുന്നു, മനുഷ്യന്റെ ആകുന്നില്ല. പക്ഷെ വൺസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ക്രോസ് ചെയ്ത് പോകാൻ വേറൊരു ജീവജാലങ്ങൾക്കും പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയും ഒരു ഏരിയയിലൊക്കെ വന്ന് നിൽക്കുന്നത്, എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ, എന്തൊക്കെ ഡെവലപ്മെന്റ് വന്നു, അത് മനുഷ്യന്റെ ബുദ്ധിയുടെയാണല്ലോ. ഈ അനിമൽസിൽ ഈ ഇൻബോൺ പാറ്റേണിനെ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് വിളിച്ചപ്പോ ഡോക്ടർ മോണ്ടിസോറി മനുഷ്യരിൽ ഇതിനെ നെബുല എന്ന് വിളിച്ചു. ഈ ഒരു പൊട്ടൻഷ്യലിനെ, ഈ നെബുല ശരിക്കും സോളാർ സിസ്റ്റത്തിലെ ഗാലക്സിയിലെ എനർജി സോഴ്സസ് ആണ്. അവിടെ ആയിട്ട് സ്കാറ്റർ ചെയ്ത എനർജി സോഴ്സസ് പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിത്തെറിച്ച് ഓരോ സ്റ്റാർ ആയിട്ട് മാറി എന്നൊക്കെ പറഞ്ഞ് നമ്മള് ബിഗ് ബാങ് തിയറിയിലൊക്കെ പഠിക്കുന്നുണ്ടല്ലേ. സൂര്യൻ എങ്ങനെ ഫോം ചെയ്തു, പ്ലാനറ്റ്സ് അങ്ങനെ ഉണ്ടായി, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ. ആ ഒരു ഗാലക്സിയിലെ അവിടെയായിട്ട് സ്കാറ്റർ ചെയ്തിരുന്ന എനർജീനെ നെബുല എന്നാണ് വിളിച്ചത്. അപ്പോ ഡോക്ടർ മോണ്ടിസോറി മനുഷ്യരിലും ഇതുപോലെ തന്നെ കുറെ ഇങ്ങനെ കഴിവുകൾ അവിടെയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പേര് കടമെടുത്തത്. അങ്ങനെ കടമെടുത്തു എന്ന് മാത്രം മതിയായിരുന്നു ടെക്സ്റ്റിൽ, ഗാലക്സിയിൽ അതാണ് ഇതാണെന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട ആവശ്യം നമുക്ക് ശരിക്കും ഉണ്ടായില്ല. ജസ്റ്റ് അത് എന്തുകൊണ്ടാണ് ഡോക്ടർ മോണ്ടിസോറി നെബുല എന്നുള്ള ടേം കടമെടുത്തത്, ഗാലക്സിയിൽ ഇങ്ങനെയുള്ള അത്രയും മതിയായിരുന്നു. പക്ഷെ കൂടുതൽ എഴുതിയപ്പോ വായിക്കുന്ന കുട്ടികൾക്ക് എന്താ പറയാ, ആദ്യമായിട്ട് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, ഇത് എന്താ ഉദ്ദേശിക്കുന്നത്. ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് വായിച്ചപ്പോഴാണ് എനിക്ക് കണക്ഷൻ എനിക്കറിയായിരുന്നു, പക്ഷെ ഇത്രയും ഇങ്ങനെ കുറെ എക്സ്ട്രാ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഏരിയയിൽ അത് എന്താന്ന് ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു. അവിടുത്തെ കൂടുതൽ കഥകൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അത് വേണമെങ്കിൽ ഒരാൾക്ക് അത് കൂടുതൽ അറിയാൻ പോയാൽ മതിയായിരുന്നു. ഇത് ടെക്സ്റ്റിൽ അത് ആവശ്യമില്ലാത്ത കണ്ടന്റ് കയറ്റിയതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയത് ശരിക്കും. ഞാൻ പറഞ്ഞ എന്റെ ടെക്സ്റ്റ് ഇത് തമ്മിലുള്ള ആ ഒരു എന്റെ ഡിഫറൻസ്. അത് ആക്ടിവിറ്റി കുറവായിരുന്നു. കംപ്ലീറ്റ് തിയറി വന്നപ്പം എനിക്ക് മനസ്സിലായി അങ്ങനെ മോണ്ടിസോറി മെത്തേഡ് അങ്ങനെയല്ല ശരിക്കും. കാരണം തുടക്കത്തില് ഫസ്റ്റ് 3 ബാച്ചൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ ക്ലാസ്സില്. പിന്നുള്ള ബാച്ചുകളിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ 3 ബാച്ചിലുണ്ടായിരുന്നില്ല. 2-3 ബാച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുട്ടികൾ പറഞ്ഞു, ഇങ്ങനെയല്ലല്ലോ മോണ്ടിസോറിയിൽ ഇങ്ങനെയല്ലല്ലോ, ഇങ്ങനെ ഒരു ചോദ്യം വന്നു. സാർ എന്നെ അപ്രോച്ച് ചെയ്തു. ഞാൻ പറഞ്ഞു സാർ എങ്ങനെയാണെന്ന് പറഞ്ഞു. സാർ അതിനനുസരിച്ച് അവരെ ഗൈഡ് ചെയ്യാൻ ചോദിച്ചു. പിന്നെ എല്ലാ ബാച്ചിലേക്ക് ഞാനത് കയറുമായിരുന്നു. അല്ലെങ്കിൽ ആ 3 ബാച്ച് ഒക്കെ കഴിയുമ്പോൾ ഞാൻ ശരിക്കും റിലീവ് ആയേനെ. അപ്പൊ ഇങ്ങനെയൊരു ഇത് ഫീഡ്ബാക്ക് കുട്ടികളുടെ ഇടയിൽ നിന്ന് വന്നു. അറിയാവുന്ന മെത്തേഡ് ഇങ്ങനെയാണെന്ന് അറിഞ്ഞു വന്ന കുട്ടികളാണ്. അവർക്ക് തിയറി മാത്രമായപ്പം അവർക്ക് അത് ഡൈജസ്റ്റ് ആയില്ല. അവർ പറഞ്ഞു ഇങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി. പിന്നെ ആ ടീച്ചേഴ്സിനെ ഗൈഡ് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. അങ്ങനെ വന്നപ്പോഴേക്കും നമ്മളത് റീഡിസൈൻ ചെയ്തു. അപ്പൊ പറ്റുന്ന പ്രോബ്ലം എന്താണെന്നറിയോ, കണ്ടമാനം തിയറി അത് തീർക്കുകയും വേണം,
അതിന്റെ ഒപ്പം തന്നെ നിങ്ങളെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് ചെയ്യിക്കുകയും വേണം. അത് നല്ല സ്ട്രഗിൾ ആയിരുന്നു ശരിക്കും പറഞ്ഞു. ശരിക്കും അതൊരു സ്ട്രഗിൾ തന്നെയായിരുന്നു. പക്ഷെ എല്ലാ ബാച്ചിലെ എല്ലാ കുട്ടികളും അതിനൊപ്പം പോയത് കൊണ്ടാട്ടോ ഇത്ര നല്ല രീതിയിൽ പോയത്. എല്ലാവരും തന്നെ എല്ലാ ബാച്ചും നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ലാസ്റ്റ് മൊമെന്റിലല്ലേ നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് കിട്ടിയത്. പക്ഷെ നിങ്ങൾ എല്ലാവരും തന്നെ വൈവയില് നല്ലപോലെ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ടൈം ഇല്ല എന്നിട്ട് കുറഞ്ഞ ടൈം കൊണ്ട് സിറ്റുവേഷൻ അങ്ങനെ ആയിട്ട് കൂടിയും എല്ലാവരും അത് നന്നായിട്ട് തന്നെ അത് ചെയ്തു. നെബുലയുടെ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് നെബുലയും ഹോമിനെയും മീമിനെയും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. മനുഷ്യന്റെ ഉള്ളിലുള്ള ആ ഒരു ഉൾവിളിയിൽ നിന്ന് നമ്മൾ പറയുന്ന ഒരു ഫോഴ്സ് തന്നെയാണ് ഹോം. നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്ന ഡു ഇറ്റ് എന്ന് പറഞ്ഞു. ഹോമിനെ അങ്ങനെ ചെയ്യാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ മെമ്മറി തന്നെയാണ്. സോ നീമിയാണത്. നീമിക്ക് അറിയാം ഈ വ്യക്തിയുടെ പൊട്ടൻഷ്യൽ എന്താന്നുള്ളത്. അപ്പൊ ആ നെബുല, ഇങ്ങനെ ഒരു നെബുല ആൾക്കുണ്ട്, ആളെ ഇത് ചെയ്യിക്കും എന്ന് പറഞ്ഞ് ഹോമിനെ ഓർമ്മപ്പെടുത്തുന്ന നീമിയാണ്. ഇതാണ് ഇവര് മൂന്നും തമ്മിലുള്ള കണക്ഷൻ നിങ്ങൾ ഓർത്താൽ മതി. ഒരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു എനർജിയാണ് ഹോം. നീമി എന്ന് പറയുന്ന ഒരു ജനറ്റിക് മെമ്മറിയാണ്. എക്സാമിന് ഇങ്ങനെയുള്ള പോയിന്റ്സാ വരുന്നത് കേട്ടോ. പിന്നെ നീമി രണ്ട് ലൈഫിലും ഉണ്ട്, പ്ലാന്റ് ലൈഫിലും അനിമൽ ലൈഫിലും ഉണ്ട്. അതായത് ഫ്ലോറയിലും ഉണ്ട് ഫോണയിലും ഉണ്ട്. ഞാൻ ക്വസ്റ്റ്യനിൽ ഫ്ലോറ ഫോണാന്ന് എഴുതിയാലും ബ്രാക്കറ്റിൽ ഞാൻ പ്ലാന്റ് ലൈഫ് അനിമൽ ലൈഫിന് എഴുതും. വേറെ ഒന്നും കൊണ്ടല്ല, ക്ലാസ് സ്കിപ്പായി പോണവർക്ക് എന്ത് സാധനം ചിലപ്പോൾ പിടികിട്ടില്ല. ഫ്ലോറ ഫോണാന്ന് അതൊന്നും ടെക്സ്റ്റ് ഇല്ല കേട്ടോ. ഫ്ലോറ ഫോണാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ബ്രാക്കറ്റിൽ ഇടും. അപ്പൊ പിടികിട്ടുമായിരിക്കും. പ്ലാന്റ് ലൈഫ് അനിമൽ ലൈഫിൽ നിന്ന് ഇടാറുണ്ട് എല്ലാ ക്വസ്റ്റ്യനും. പിന്നെ നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി പറഞ്ഞു. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ സ്ട്രോങ് ആണ്. നമ്മളൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കും. 24 hours വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ് സബ് കോൺഷ്യസ് മൈൻഡ്. പക്ഷെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് നമ്മൾ ഉറങ്ങുമ്പോൾ അത് റെസ്റ്റ് ആയിരിക്കും. നമ്മൾ എപ്പോ എണീക്കുന്നോ അപ്പോഴേ കോൺഷ്യസ് മൈൻഡ് നമ്മള് ബോധത്തിലേക്ക് വരണം അല്ലെ. അതാണ് ബോധ മനസ്സ്. നമ്മള് ഉറങ്ങുമ്പോൾ നമുക്ക് ബോധമില്ല. സോ അത് ഉപബോധ മനസ്സായി, സബ് കോൺഷ്യസ് മൈൻഡായി. അത് 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ്. നമ്മുടെ എല്ലാ ചിന്തകളും ഒരു ചവറ്റുകൊട്ട പോലെ അതിനകത്ത് നിറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്കിത് പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് അപ്പൊ തന്നെ അത് എടുത്ത് അതിനകത്ത് ഇടുക. അപ്പൊ നമ്മളത് ചെയ്യണം എന്ന് വിചാരിച്ചാലും നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കില്ല. നമുക്ക് പറ്റില്ല, നമ്മൾ ഓൾറെഡി അതിനെ പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചേക്കുമല്ലേ. അപ്പൊ നമ്മൾ സെൽഫ് അനാലിസിസ് ചെയ്ത് എനിക്കത് പറ്റും പലതവണ പറയുമ്പോഴേക്കും സബ് കോൺഷ്യസ് മൈൻഡില് അത് ഹൈലൈറ്റഡ് ആകും. പറഞ്ഞിരുന്നു തോന്നുന്നു ക്ലാസ്സില്. രാവിലെ എണീക്കാൻ നല്ല വിഷമം, പക്ഷെ ടൂർ പോകണം, 5 മണിക്ക് എണീക്കണം. എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുത്തു, നാളെ ടൂർ പോകാനുള്ളതാണ്, 5 മണിക്ക് എണീക്കണം. അലാം പോലും വേണ്ട, 5 മണിക്ക് മുമ്പ് നമ്മൾ എണീറ്റി. അത് സബ് കോൺഷ്യസ് മൈൻഡ് അത്രയും പവർ ഉള്ളത് കൊണ്ട് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ അതിനെ പറഞ്ഞ് എനിക്ക് നാളെ ടൂർ പോകണം 5 മണിക്ക്. നമ്മുടെ പ്രയോറിറ്റി ടൂർ പോകണം, അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉറങ്ങാതിരിക്കുവാണല്ലോ 24 മണിക്കൂർ. കറക്റ്റ് ടൈം ആകുമ്പോൾ നമ്മൾ എണീറ്റ്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്, നിങ്ങൾ ഓൾറെഡി ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ കണ്ടു. പിന്നെ എൻഗ്രാം അല്ലേ ചോദിച്ചത്. എൻഗ്രാം ഞാൻ പറഞ്ഞല്ലോ സൈക്കോളജിയുമായിട്ട് കണക്റ്റഡ് ആണ്, നമ്മുടെ മെമ്മറിയുമായിട്ട് കണക്റ്റഡ് ആണ് എൻഗ്രാം എന്ന് പറയുന്നത്. അതൊരു ഗ്രീക്കോ അങ്ങനെ എന്തോ ഒരു വേർഡാകും. നമ്മുടെ ഒരു പണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച കാര്യങ്ങളുമായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ചിലപ്പോൾ അൺഡിസറബിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഈ പണ്ട് സംഭവിച്ച ആ ഒരു മെമ്മറിയൊക്കെയാണ് ഈ എൻഗ്രാമില് വരുന്നത്. എനിക്ക് എൻഗ്രാമിനെ കുറിച്ച് അറിയുള്ളൂ. ഒരു മെമ്മറിയുടെ അടയാളം, ഒരു മാർക്ക്. ഇപ്പം 3 വയസ്സ് വരെ നമ്മള് ഓർമ്മ നമുക്ക് അത്ര ഓർമ്മയില്ല എന്ന് പറഞ്ഞു. 3 വയസ്സിന് ശേഷം നമ്മൾക്ക് ചില കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും പറഞ്ഞു. നമുക്ക് ചെറുപ്പത്തില് ചിലപ്പോ ഇടിമിന്നലിന്റെ പേടിയായിരിക്കും. ഇടിമിന്നൽ വന്നപ്പോൾ നമ്മൾ ഞെട്ടിയിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാവും. ചെറുപ്പത്തിലാവുമ്പോ ആ ഒരു പേടി ആ ഒരു മാർക്കായിട്ട് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവും. എപ്പോ ഇടിമിന്നൽ ഉണ്ടെങ്കിലും നമ്മൾക്ക് ആ ഒരു പേടി വരും. ഇരുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിക്കും, പോലീസിനെയോ അല്ലെങ്കിൽ ഭിക്ഷക്കാരെന്നോ. അല്ലെങ്കിൽ പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ വെളുത്ത കാറ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകും. അപ്പൊ വെളുത്ത കാറ് വരുമ്പോൾ നമുക്ക് ഈ മെമ്മറി ട്രേസ് ആ വരുന്നത്. സോ എൻഗ്രാം ഒക്കെ അത് തന്നെയാണ്.
ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ ഒരു ട്രേസ് ആയിട്ട് കിടക്കുന്ന ഒരു മെമ്മറി. ആനിമൽ ലൈഫിന് എന്താ നെയിം പറഞ്ഞേ? അനിമൽ ലൈഫിൽ ഫോണ, FAUNA, ഫോണ. മറ്റേത് ഫ്ലോറ, FLORA. ചില ഫ്ലവർ ഷോപ്പിനൊക്കെ പേര് കൊടുത്ത കണ്ടില്ലേ, ഫ്ലോറ. ഇനി ഒന്നുമില്ലല്ലോ, ടേംസിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. ഹോം നേബി നെബുല ജനറ്റിക് മെമ്മറിയാണ്. അതുപോലെ തന്നെ ഫ്ലോറയിലും ഫോണിലും ഉള്ള മെമ്മറിയാണ്. പിന്നെ എല്ലാ മനുഷ്യരിലും, അനിമൽസിൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, മനുഷ്യരിൽ ഇൻസ്റ്റിങ്ക്റ്റിന് പകരം എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ നെബുല. ഓർമ്മയുണ്ടാവുമല്ലോ. പിന്നെ ഇനി യൂണിറ്റ് 3 ആണോ വേണ്ടത്, സെൽഫ് കൺസ്ട്രക്ഷൻ ആണോ? സെൽഫ് കൺസ്ട്രക്ഷന്റെ മോക്ക് ടെസ്റ്റ് ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. എന്നാൽ അത് കംപ്ലീറ്റ് ടെക്സ്റ്റ് ഞാൻ നല്ല പോലെ നോക്കി പുതിയതായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ലാസ്റ്റ് 2-3 ബാച്ചുകളായിട്ട് കൊടുക്കുന്നതാണ്. ആദ്യത്തെ ബാച്ചിലൊന്നും ഇത്ര നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നില്ല. ഇത് കംപ്ലീറ്റ് അത് ആ ഒരു കണ്ടന്റിനെ നല്ലപോലെ കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണത്. അതിനെ ഉണ്ടാവുള്ളൂ മോക്ക് ടെസ്റ്റ്. അത് ഞാൻ പറയാം, അങ്ങനെ പറഞ്ഞു തരാൻ പാടുണ്ടോ അറിയില്ല, എന്നാലും ഞാൻ പറയുവാണ്. ആ മോക്ക് ടെസ്റ്റ് നിങ്ങൾ നല്ലപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. സെൽഫ് കൺസ്ട്രക്ഷൻ അതിനേ ഉള്ളൂ. വേറെ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ കണ്ടുപിടിച്ച് ഇടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ബുദ്ധി അളക്കാനല്ല പരീക്ഷ നടത്തുന്നത്, നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളതാണ് കേട്ടോ. എനിക്ക് എന്തറിയാമെന്നുള്ളത് തെളിയിക്കാനുള്ളതല്ല ക്വസ്റ്റ്യൻ പേപ്പർ. ടേംസിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാൻ ബോൺ ഫ്രീ എന്നുള്ളത്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഞാനിങ്ങനെ അണ്ടർലൈൻ ചെയ്യാനായിട്ട് പറഞ്ഞു. അത് എനിക്ക് ക്ലാസ്സിൽ കയറാത്തവരായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് കണക്റ്റഡ് ആവില്ല. അവരിത് എന്താന്ന് വിചാരിക്കും. വിഷമം. നാച്ചുറൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ 3rd യൂണിറ്റ് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കുട്ടി നോർമൽ ആകുന്ന എപ്പോഴാണ്? ത്രൂ വർക്ക് ചിൽഡ്രൻ ബിക്കം നോർമൽ. ഇതിനും ഞാൻ അണ്ടർലൈൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കുന്നത് ഞാൻ എന്റെ ഇതുണ്ടായിരുന്നു, മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. ആ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിലെ 2ാമത്തെ പേജില് ലോ ഓഫ് വർക്കില് ഫസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് ലൈനും സെക്കൻഡ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് ലൈനും, ത്രൂ വർക്ക് ചിൽഡ്രൻ ബിക്കം നോർമൽ, മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. പിന്നെ എക്സാമിന്റെ കാര്യമായിട്ട് പറയുവാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ഒക്കെ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. പിന്നെ കുറച്ച് പേജസ് നമ്മൾ കഴിയുമ്പോൾ ഒരു കുട്ടികളുടെ ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ മെത്തേഡ്സ്, നമ്മൾ ABCD എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞ ചില മെത്തേഡ്സിൽ അവരെ റിയൽ തിങ്സുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക, പിന്നെ റിയൽ സ്റ്റോറീസ് വായിച്ചു കൊടുക്കുക, ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഇല്ലേ. അതെന്നൊക്കെയാ ക്വസ്റ്റ്യൻ വരുക. വെച്ചാൽ വേറൊന്നല്ല, കുട്ടികളുടെ ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യാൻ എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ 3 കറക്റ്റ് ഓപ്ഷൻ തരാം, അല്ലെങ്കിൽ ഓരോ ഓപ്ഷൻ മാത്രം കറക്റ്റ് വരാം. അതൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. പിന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്, ഡോക്ടർ മോണ്ടിസോറി എത്ര സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു? അതില് 2 സ്റ്റേജാണ്. എത്ര പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ 4 പീരീഡ് ആണ്. അതിൽ എന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഏജ് വൈസ് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. കാരണം എല്ലാ കുട്ടികളിലും ഒരേ ഏജിൽ തന്നെ എല്ലാം സംഭവിക്കണമെന്നില്ലല്ലോ, അല്ലേ? എന്റെ ഒന്നിലും ഏജ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അത് ഞാൻ ഉറപ്പ് തരുന്നു. ബാക്കിയുള്ള ടീച്ചേഴ്സിനെ എനിക്കറിയില്ല കേട്ടോ. ഒരിക്കലും ഏജ് വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ചോദിക്കാറുണ്ട്. നമ്പർ ഓഫ് സ്റ്റേജസ് ചോദിക്കും, അല്ലെങ്കിൽ നമ്പർ ഓഫ് പീരിയഡ്, അതുമല്ലെങ്കിൽ നമ്പർ ഓഫ് ഫോർമേറ്റീവ് പ്ലേറ്റ്സ്. നമ്പർ ഓഫ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആയിരുന്നു, ചൈൽഡ്ഹുഡും അഡൽട്ട്ഹുഡും. നമ്പർ ഓഫ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിനെയും 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു, അങ്ങനെ 4 പീരീഡ്. ഈ 4 പീരീഡിനെ തന്നെ ഫോർമേറ്റീവ് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞിരുന്നു. ആ
മൂന്ന് കാര്യം നല്ല ക്ലിയർ ആണെങ്കിൽ അതിനുള്ള ക്വസ്റ്റ്യൻ അതേ ഉള്ളൂ. പിന്നെ ഞാൻ ഏജ് വൈസ് ഒന്ന് ചോദിക്കുക എന്ന് പറഞ്ഞു. എത്രയ്ക്ക് തേർഡിൽ നിന്നും തേർഡ് യൂണിറ്റിൽ നിന്നും വരുള്ളൂ. വേറൊന്നും ഇതിലില്ല. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഹ്യൂമൻ ബേബീസ് സീം ടു ബി മോർ ഇൻകേപ്പബിൾ ദാൻ അനിമൽസ് അറ്റ് ബർത്ത്. അത് അറിയാലോ. നമ്മൾ അത് അവിടെ ടെസ്റ്റില് കൊടുത്തിട്ടുണ്ടോ മാം? ടെസ്റ്റില് മോക്ക് ടെസ്റ്റില് മാം തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അതിൻ്റെ ഉള്ളൂ. പിന്നെ മോണ്ടിസോറി മെത്തേഡ് ഇപ്പോ ഉദ്ദേശം നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഇതുവരെയും കണ്ടിട്ടുള്ള ബാച്ചുകളിലെ പറയാം, ഏറ്റവും കൂടുതൽ കുട്ടികൾ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളത് ഈ പേപ്പർ 4ഉം പേപ്പർ 5ഉം പിന്നെ PGയുമാണ്. PGക്കാർക്ക് PGയുമാണ്. കൺഫ്യൂഷൻ വരാതെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. എക്സാം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ എന്നോട് അതിന്റെ ഫീഡ്ബാക്ക് പറയും. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ലെസൺ ഞാൻ പറയാനുണ്ടോ? ബാക്കിയൊക്കെ ടീച്ചർമാര് തരുന്നല്ലേ പറഞ്ഞേ, അത് തന്നോ എനിക്കറിയില്ല. അപർണ മാം റോസ് മാമും അവര് പറഞ്ഞു തന്നായിരുന്നു മാം, ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പ്രോബ്ലം വേറെ ഒന്നുമില്ലല്ലോ. ഡിഫൻസ് മെക്കാനിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ അല്ലേ? ടെൻഡൻസി ഞാനല്ലല്ലോ എടുത്തേ. അല്ല, ഡിഫൻസ് മെക്കാനിക്സ് മാം എടുത്തത്. ഞാനാണ് എടുത്തേ. അതെ മാം. അതിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പല ബാച്ചിനൊന്നും എടുത്തിട്ടില്ല, അതാണ് എനിക്ക് ഓർമ്മ വന്നില്ല. നിങ്ങൾക്ക് ഞാനാണ് എടുത്തത്. ഡിഫൻസ് മെക്കാനിസം ഓരോ ഡിഫൻസ് മെക്കാനിസം ഇല്ലേ, അതെന്താന്ന് കറക്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിനെ ഞാൻ പോവും മാം, ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ അങ്ങ്. അതാണ് പ്രശ്നം. ചിലപ്പോ 1-2 കറക്റ്റ് ആയിരിക്കും, പക്ഷെ 2 അതൊക്കെ ഇടയ്ക്ക് മറന്നു പോകും. അതാണ് പ്രശ്നം പറ്റുന്നത്. ഡിഫൻസ് മെക്കാനിസം പക്ഷേ ഞാനല്ല ക്വസ്റ്റ്യൻ ഇടുന്നേ തോന്നുന്നു. കാരണം ഞാൻ നോക്കട്ടെ, ടീച്ചർ ഇടുന്ന ക്വസ്റ്റ്യൻ കൂടെ ഞാൻ നോക്കാം. കാരണം 17 ബാച്ചുകാർക്ക് നിങ്ങൾക്ക് കമ്പൈൻഡ് അല്ലേ. 17 അശ്വതി മിസ് എടുത്തേ. മിസ് പക്ഷേ വലിയ കുഴപ്പമില്ലാണ്ട് ഇടാറത്. അങ്ങനെ കറക്കി കുത്തിയൊന്നും ഇടാറില്ല. കറക്റ്റ് ടെക്സ്റ്റിലെ സ്റ്റേറ്റ്മെന്റ് സിമ്പിൾ ആക്കി തന്നെ ഇടാറ്. ക്വസ്റ്റ്യൻസ് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഞാനത് നോക്കിക്കോളാം. പിന്നെ മെയിൻ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള നെറ്റ്വർക്ക് ഇഷ്യൂ അത് ഉണ്ടാകാത്ത രീതിയിൽ എല്ലാം ഒന്ന് പ്ലാൻ ചെയ്യുക. പിന്നെ ആ സമയമാകുമ്പോൾ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ എത്രയും എന്നെ ഒന്ന് ഇൻഫോം ചെയ്യാം. പിറ്റേ ദിവസത്തേക്ക് വെക്കരുത്. അതിന്റെ ഇടയ്ക്കും ഇൻഫോം ചെയ്യണ്ട. നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇൻഫോം ചെയ്താൽ മതി. അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അപ്പൊ ഇൻഫോം ചെയ്യാം. പിന്നെ ചിലർക്ക് ചില ആൻസർ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല, അതിന് ക്ലിക്ക് വീഴില്ല. അതിപ്പോ ഞാൻ ചെക്ക് ചെയ്യുമ്പോഴും എനിക്ക് പറ്റാറുണ്ട്, എന്താണെന്നറിയില്ല, ക്ലിക്ക് വീഴില്ല. അത് നമ്മളുടെ ഈ ഫോണിൽ കുറെ ആപ്പൊക്കെ ഓൺ ആയിട്ട് കിടന്നിട്ടാണോ ഒന്നും അറിയില്ല, സ്റ്റക്ക് ആയിട്ടാണോ ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെ പറ്റിയില്ലെങ്കിൽ പറ്റുവാണെങ്കിൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. പരീക്ഷ കഴിഞ്ഞിട്ട് എനിക്ക് ആ സ്ക്രീൻഷോട്ട് ഇത് കറക്റ്റ് ആൻസർ ഏതാന്നുള്ളത് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ അയച്ചിടും. അത് അന്ന് മാത്രമാണ് എനിക്ക് ഇൻവിജിലേറ്റേഴ്സിനെ ഇൻഫോം ചെയ്ത് അത് കറക്റ്റ് ആൻസർ ആണെങ്കിൽ സ്കോർ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കോറൊക്കെ ആഡ് ചെയ്ത് പോയിട്ടുണ്ട്. അത് ചെയ്യാം. ഇന്നലെ ഓട്ടോമാറ്റിക് ആയിട്ട് വീഡിയോ എല്ലാവരും ഓഫ് ആയിപ്പോയി. എല്ലാരും ഓൺ ചെയ്ത് വെച്ചോണ്ടിരുന്ന, പക്ഷെ ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിപ്പോയി. ആണോ? എന്നിട്ട് ഞങ്ങള് എല്ലാരും ഓഫ് ആയിപ്പോയി. സാറിനോട് ഞങ്ങൾ പറഞ്ഞു ഓഫ് ആയിപ്പോയോ, പക്ഷെ സാറ് പറയുന്നു, ആദ്യം പറഞ്ഞു നിങ്ങൾ ഓൺ ചെയ്യാത്തത്. അപ്പൊ എല്ലാരും പറഞ്ഞു ഇല്ല ഞങ്ങളുടെ എല്ലാവരും ഓഫ് ആയിപ്പോയി, ആ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ശരിയായി. എന്താണെന്നറിയില്ല, നമുക്ക് ഇങ്ങനെ ഒരു ചലഞ്ചിങ് പ്ലാറ്റ്ഫോമിലല്ല എക്സാം എഴുതുന്നത്. അതിന്റെ ഒരു കുറെ ഇതുണ്ടാവും, ലിമിറ്റേഷൻസ് ഉണ്ടാവും. പിന്നെ ഇതുപോലെ ചിലർക്ക് ഓൺ ചെയ്യാൻ
ജനുവരി പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒന്ന് നേരത്തെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ അവരെ ഇൻഫോം ചെയ്തോളാം. കാരണം കുഞ്ഞു ബേബീസ് ഒക്കെ ഉള്ളവരെ ചിലപ്പോൾ കുട്ടി ഫീഡ് ചെയ്യാനൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും അങ്ങനെയും വെച്ചിട്ടൊക്കെ ചിലപ്പോൾ എക്സാം എഴുതുന്നത്. അപ്പൊ അതൊക്കെ പറയാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസിലൊക്കെ ഉള്ളവരും അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് നേരത്തെ ഇൻഫോം ചെയ്ത് കറക്റ്റ് ആ പേര് ഞാൻ അവരെ കൊടുത്ത് അവരത് ശ്രദ്ധിച്ചോളൂ. പരീക്ഷ എക്സാം ആയതുകൊണ്ട് അതിന്റെ ഒരു ഓതന്റിസിറ്റി കീപ്പ് ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ വീഡിയോ ഓൺ ചെയ്ത് തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയുള്ള ഒരു എക്സെപ്ഷൻസ് ഒക്കെ വരുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. മിസ്സേ, പിന്നെ ഇന്നലെ എനിക്ക് മാത്രം തോന്നിയതാണോന്ന് അറിയില്ല, നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കഴിയുന്നവരുണ്ടല്ലോ, അവർ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ആള് ഇന്നലെ ഉണ്ടായിരുന്ന സാറ് പെട്ടെന്ന് ഇന്നാൾ സബ്മിറ്റ് ആയിട്ടുണ്ട് ലെഫ്റ്റ് ആയിക്കോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടണില്ല എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. ലാസ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിൽ മുപ്പാട് ഒന്ന് നോക്കണം, എല്ലാം ഒന്ന് നോക്കണം എന്ന് വിചാരിച്ചിട്ട് പക്ഷെ നമുക്കത് പറ്റണില്ല. അപ്പോൾ ഒരു ഇച്ചിരി ടൈം കഴിഞ്ഞിട്ട് ഈ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ടൊരു ഇത്തിരി ടൈം തന്നിട്ട് ബാക്കി നേരം സബ്മിറ്റ് ആയിട്ടുണ്ട് എക്സിറ്റ് ആയിക്കോളൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മൾ എക്സാം ചിലപ്പോൾ ഒരു 5 മിനിറ്റ് വൈകിട്ടാവും നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവർ സബ്മിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അവരുടെ ആ വോയിസ് കാരണം നമുക്ക് അത് ശരിക്കും കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ മ്യൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കിട്ടാതെ പോയാലോ എന്ന് വിചാരിച്ചിട്ട് മ്യൂട്ട് ചെയ്യാതെ അങ്ങനെ ഇരുന്നു. അപ്പം നമ്മളതൊന്ന് തിരുത്താൻ വല്ല തെറ്റുണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും നമുക്ക് പറ്റണില്ലായിരുന്നു. ഞാനത് പറഞ്ഞു നോക്കാം. അങ്ങനെ 10 മിനിറ്റ് ഒക്കെ കൊണ്ട് ആൾക്കാർ തീർക്കാറുണ്ടല്ലേ എക്സാം. ചിലപ്പോൾ 10-15 മിനിറ്റ്സ് കൊണ്ടൊക്കെ തീരാറുണ്ട്. അത്രയ്ക്ക് ടൈം നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. അതുകൊണ്ടാണ് ഇങ്ങനെ 2 ഹോളൊക്കെ ആക്കുന്നത്. കുറെ കുട്ടികൾ ക്രൗഡായിട്ട് വരുമ്പം ഈ ശബ്ദം പ്രശ്നമായാലോ എന്ന് വിചാരിച്ചിട്ട് 2 ഒക്കെ ആക്കാറുള്ളത്. പക്ഷെ മാം നമുക്ക് വീഡിയോ അല്ല ഓഡിയോ ഒരു ഇൻസ്ട്രക്ഷൻ വന്നപ്പോ അവർ പറഞ്ഞു മ്യൂട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ അങ്ങനെ മ്യൂട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും വേറെ ഒരു ഇമ്പോർട്ടന്റ് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. ആദ്യം ഞങ്ങൾക്ക് ഒരു വീഡിയോ പോലെ ഇങ്ങനെ അയച്ചു തന്നിട്ട് ഇങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ വന്നായിരുന്നു. അതിൽ പറയുന്നുണ്ടായിരുന്നു മ്യൂട്ട് ചെയ്ത് വെക്കണമെന്ന്. പക്ഷെ നമ്മൾ മ്യൂട്ട് ചെയ്യാറില്ല, കാരണം എന്തെങ്കിലും ഇടയ്ക്ക് പറഞ്ഞാൽ നമ്മൾ അറിയത്തില്ലല്ലോ. അങ്ങനെ മിസ്സായി പോകണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ സൗണ്ട് വെക്കുന്നത്. ഈ സൗണ്ട് മ്യൂട്ട് ചെയ്യാതിരുന്ന ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കില്ലേ? യെസ് മാം, അതാ അൻഷില പറഞ്ഞത്. ഇങ്ങനെ പെട്ടെന്ന് എല്ലാരും ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷൻ. അവര് ചെയ്ത് കഴിഞ്ഞു, അപ്പൊ ഈ സൗണ്ടും എല്ലാം കൂടെ അപ്പൊ നമുക്കൊരു ടെൻഷൻ വരും. സൗണ്ട് കുറച്ച് വെച്ചാൽ ഈ ഡിസ്റ്റർബൻസ് പോലെ ഇങ്ങനെ വരും. അതിനെന്താ ഒരു സൊല്യൂഷൻ എന്ന് ചോദിക്കാം. ഞാനിത് പലതവണ പല ബാച്ചിൽ പറഞ്ഞപ്പോ ഞാനിത് സംസാരിച്ചിട്ടുണ്ട്. ഈ അക്ഷര പറഞ്ഞ പോലെ ഇപ്പൊ 7 o'clock എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. കഴിഞ്ഞാലും കുട്ടികൾ 7:30 ആവുമ്പോഴേ സബ്മിഷൻ പറഞ്ഞാൽ മതി എന്നാണെങ്കിൽ ഒരു പക്ഷെ ഇത് സോൾവ് ആവും. പക്ഷെ അപ്പൊ എന്ത് പറ്റും? 7:30 ഒരു വലിയൊരു ക്രൗഡ് ആയിരിക്കും വരിക. ഇതിനു വേണ്ടി നമ്മൾ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാനായിരിക്കുമല്ലോ കൂടുതൽ ബെറ്റർ. സംസാരിക്കാതിരുന്നാല് നമ്മള് ചാറ്റ് ബോക്സിനകത്ത് മെസ്സേജ് ഇപ്പം ആടെ സബ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ആരെ ഇൻവിജിലേറ്ററുള്ളത് ആ ചാറ്റ് ബോക്സിനകത്ത് ഇടുവാണെങ്കിൽ നമ്മൾ ചാറ്റ് ബോക്സ് നോക്കിയാൽ മതി. ആ ചാറ്റ് ബോക്സ് നോക്കുമ്പോൾ ആർക്കും ഒരു ഡിസ്റ്റർബൻസും ആകത്തില്ല, അവർക്കുള്ള കിട്ടുന്ന ഇൻഫർമേഷനും കിട്ടും. അത് നമുക്ക് ഇൻവിജിലേറ്റേഴ്സുമായിട്ട് സംസാരിക്കേണ്ടിയിരിക്കും. അവർക്ക് പോയി ചാറ്റ് നോക്കിക്കൊണ്ടിരിക്കണമല്ലോ, മെസ്സേജ് നോക്കണ്ടേ? അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കണമല്ലോ. അല്ല മാം, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് എന്തായാലും സബ്മിറ്റ് ആയാൽ ഉടനെ തന്നെ അവർക്ക് ഇൻഫർമേഷൻ വരുമല്ലോ. അവരൊന്ന് ചാറ്റ് ബോക്സ് ഇട്ടാൽ മതി. മീൻസ് ഇതിന്റെ കിട്ടി വരുമ്പോ അങ്ങനെ അപ്പം അപ്പൊ അവര് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മാത്രം മതി. എക്സാം എഴുതുന്നവര് അത് നോക്കുക, എന്റെ കൺഫർമേഷൻ ചാറ്റ് ബോക്സിൽ വന്നു. അപ്പൊ പിന്നെ ആർക്കും ഡിസ്റ്റർബൻസ് ആകത്തില്ല. അപ്പൊ മ്യൂട്ട് ഇട്ടില്ലേലും നമ്മള് സൈറ്റ് മ്യൂട്ട് ആക്കിയില്ലേലും നമുക്ക് കുഴപ്പമില്ല. അത് പറയാട്ടോ, നല്ലൊരു സജഷൻ ആയിട്ട് തോന്നുന്നു. ഇനി എന്തെങ്കിലുണ്ടോ ഡിഫെക്ട്സ് മെക്കാനിസം? ഓരോന്നും നിങ്ങളവർക്ക് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ വലിയ കുഴപ്പമില്ലാതെ എടുത്തു തന്നെ വിചാരിക്കുന്നത്. മാം, നമുക്ക് ഓഥേഴ്സിന്റെ ഒക്കെ മീൻസ് അതിനകത്ത് നമ്മുടെ ബുക്കിനകത്ത് കുറെ ഓഥേഴ്സും റൈറ്റിംഗ്സും കൊട്ടേഷൻസും ഒക്കെ ഉണ്ട്. അപ്പൊ അത് ആരാ പറഞ്ഞത് അങ്ങനെ വരുമോ? ഏതിലാ സുബി?
അങ്ങനെ ഒരു കോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഹെൽത്തിന്റെ പോർഷനിലല്ലേ, സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി, Yes, വേറെ ma'am. എന്തായിരുന്നു? പിന്നെ മാം നമ്മുടെ മോണ്ടിസോറിയുടെ ഹിസ്റ്ററി പറയുമ്പോൾ നമുക്ക് ഇയേഴ്സ് വരുന്നുണ്ട്. ഇത്ര വർഷത്തിൽ ഇങ്ങനെ മീൻസ് ഇന്ത്യയിൽ വന്നു, പിന്നെ അങ്ങനെ ഒരു ഹിസ്റ്ററി മാം പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യമാണോ? അല്ല മാം, നമുക്ക് അപർണ മിസ് വിളിച്ചായിരുന്നു, അതിനകത്ത് കുറെ ഇയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. മരിയ മോണ്ടിസോറി ഈ ഇയറിൽ നമുക്ക് സ്കൂൾ തുടങ്ങി, പിന്നെ ഈ ഇയറിൽ ഇന്ത്യയിൽ വന്നു, ഇത്രയേറെ വർഷങ്ങൾ നമ്മളുടെ ഇന്ത്യയിൽ നിന്നു, സെക്കൻഡ് വോർ കഴിഞ്ഞിട്ട് പോകാൻ പറ്റിയില്ല, വോർ ആയിക്കണ്ട. അപ്പം ആ ഇയേഴ്സ് ഒക്കെ മാം സ്പെസിഫിക് പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഇയേഴ്സ് കോട്ട് ചെയ്തിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ഒരു ഇത് വരുവോ ഇല്ലെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ മീൻസ് ഒരു ഐഡിയ കിട്ടുമല്ലോ. നമ്മൾ BSc ഇയർ പഠിക്കുന്ന പോലെ നമ്മളിങ്ങനെ അതിനെന്തെങ്കിലും ടിപ്പൊക്കെ വെച്ച് പഠിക്കേണ്ടി വരുന്നു. ഇയർ വൈസ് ഇതുവരെ ഒരു ക്വസ്റ്റ്യൻ ഏതോ ഒരു പ്രാവശ്യത്തെ ഇയർ കണ്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഏത് ഇയറിലാണ് മറ്റേ കസ്റ്റഡി കമ്പനി അത് സ്ഥാപിച്ച ഒരു വർഷം ഉണ്ടല്ലോ, 1907 ആണോ? മാം 2-3 ഇയർ സ്പെസിഫിക് ആയിട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് കുറെ ഇയർ ഉണ്ട്, അതാണ് ഡൗട്ട്. വേറെ ഒരു ചാപ്റ്ററിലും ഇയേഴ്സ് അങ്ങനെ വരുന്നില്ലല്ലോ, ഇതിന് മാത്രമല്ലേ ഉള്ളൂ. കസ്റ്റഡി കമ്പനി ഉണ്ടായ ആ ഒരു വർഷവും മെത്തേഡ് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം അങ്ങനത്തെയൊക്കെയല്ലേ ഉള്ളൂ. പിന്നെ AMI ആ ഒരു ഇയറും. ഓക്കെ, എന്തെങ്കിലുണ്ടോ? വൈൻഡപ്പ് ചെയ്യാം. വേറെ ഒന്നല്ല. ഓൾ ദി ബെസ്റ്റ്. നന്നായി ചെയ്യൂ, നോ ടെൻഷൻ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഇൻഫോം ചെയ്യാം. എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ചെയ്താൽ മതി. അതല്ല, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്യൂസ് എന്തെങ്കിലാണെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിലും ഒന്ന് ഇൻഫോം ചെയ്യാം. എക്സാം എന്നാ തുടങ്ങുന്ന 7-ാം തീയതി. മാം, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് മാം. പ്ലീസ് പറയൂ. ടീച്ചറായിട്ട് ഇന്ന് നാളെ ജോയിൻ ചെയ്യാൻ പോവാം മാം. Very ഇന്ന് good. ഇന്റർവ്യൂ എവിടെയാ? ഉണ്ടായിരുന്നു. അടുത്ത് തന്നെയാ മാം, ഒരു 10 കിലോമീറ്റർ ഇവിടുന്ന്. ചിറ്റൂർ എന്ന് പറയും, ചിറ്റൂര്. പാലക്കാട് ചിറ്റൂരാണോ? CBSE, അതെ അതെ, പാലക്കാട് ചിറ്റൂര്. CBSE സ്കൂളാണ്, റോയൽ ഇന്ത്യൻ സ്കൂൾ. ഓക്കെ മാം, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു മാം. Okay then, thank you so much. Have a nice day. All the best. താങ്ക് യു മാം. താങ്ക് യു മാം. ഞങ്ങൾ പറഞ്ഞപ്പോ റിവിഷൻ ക്ലാസ് ഞങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തന്നതിന് താങ്ക് യു സോ മച്ച്. മാമിനെ എന്തെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി മാം. No, wait. PG class, PG-യുടെ റിഫ്രഷ്മെന്റിൽ കടം PG ഉള്ളവര്. യെസ് മാം, PGക്ക് വെക്കണം. ഞാനത് റിക്വസ്റ്റ് ചെയ്യാനിരിക്കുവായിരുന്നു. PGക്ക് ഉണ്ട്, എല്ലാ ബാച്ചും നമ്മൾ അങ്ങനെ കൊടുക്കുന്നതാണ്. PG അതൊരു വേറെ രീതിയാണല്ലോ. ഇതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ലേ. ഒരു ഇത്രയും ഡൈജസ്റ്റ് ആണ്, ഇതിൽ സമയം എടുക്കുന്നത്. പക്ഷെ സിമ്പിൾ ആണ് താനും, അത്രയേ ഉള്ളൂ. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ മാം. ഓക്കെ മാം, താങ്ക് യു മാം. താങ്ക് യു മാം.